നമസ്കാരം. നീലും മോർണിംഗും കയറിയ ആ കുതിരവണ്ടി ആ സീ സീറ്റിൽ നിന്ന് മോർണിംഗിന്റെ ആ താമസ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. തൊട്ടുപുറകെ ലിങ്ഡന്റെ ആ വണ്ടിയും ഉണ്ട്. അതോടൊപ്പം മോർണിംഗിന്റെ ആളുകളുമുണ്ട്. ഏകദേശം ഒരു 10-20 ആളുകൾ മോർണിംഗുമായി കണക്ട് ചെയ്തുണ്ട്. ആ കുതിരവണ്ടി അങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ സിധു കുടുംബത്തിലെ ആ എക്സ്പെർട്ട് സിധു ഫെങ്ങും അതുപോലെ തന്നെ ഫിൻ അലക്സും വല്ലാത്തൊരു ദേഷ്യത്തോടെ ആ വണ്ടികളെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ വണ്ടികൾ കണ്ടിന്ന് പറഞ്ഞതും ഫിൻ അലക്സ് സിധുവിനോട് പറഞ്ഞു, നിന്റെ സിധു കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്പെർട്ടുകളെയും ഇപ്പോ രംഗത്തിറക്കണം. ഡാവോയിൻ ലെവലുള്ള ആളുകളെയും ഒറിജിനൽ കിങ്ങുകാരെയും മാത്രം ഇറക്കിയാൽ മതി. മോർണിംഗിന്റെ ആ സംഘത്തിൽ 2 ആളുകൾ ഡാവോ യുവാൻ ലെവലിലെ ആളുകളാണ്. ഒറിജിനൽ കിങ് ലെവൽ കഴിഞ്ഞ അടുത്ത ലെവലാണ് ഡാവോ യുവാൻ. അത് കഴിഞ്ഞാണ് സുപ്രീം എംപറർ ലെവൽ. സുപ്രീം എംപറർ ലെവലിലേക്ക് ജി സിഗ്നയെ കൺവെർട്ട് ചെയ്യുക എന്നതാണ് ഈ സ്കൈ മിസ്റ്റ് സെക്ഷന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. 1.5 കൊല്ലത്തിനകം ബ്ലഡ് ക്ലാൻകർ കുള്ളനിലേക്ക് വരുമ്പോൾ അവർക്ക് 100 സുപ്രീം എംപറേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പാണ് രഹസ്യമായിട്ട് ആ സ്കൈ മിസ്റ്റ് സെക്ഷൻ ചെയ്യുന്നത്. ആ സുപ്രീം എംപറർ ലെവലിലെ തൊട്ട് താഴെയുള്ള ഡാവോ യുവാൻ ലെവലിലെ യോദ്ധാക്കൾ ശരിക്കും ശക്തരാണ്. ഡാവോ യുവാൻ എന്ന് പറഞ്ഞാൽ പാത്ത് ഫൈറ്റിംഗ് എന്നാണ്. ഏത് പാത്താണ് യഥാർത്ഥത്തിൽ ഒരാള് മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മാർഷൽ ആർട്ടിസ്റ്റുകൾ വ്യക്തമായും തീരുമാനിക്കുന്നത് ഈ ഡാവോ യുവാൻ ലെവലിലാണ്. നീല ഓൾറെഡി ആ തീരുമാനം എടുത്തിട്ടുണ്ട്. നീലിന്റെ പാത്ത് സ്ലോട്ടർ പാത്താണ്. എതിരാളിയെ കൊന്നു മുന്നേറുക എന്നുള്ളതാണ് നീലിന്റെ പാത്ത്. ഓരോ മാർഷൽ ആർട്ടിസ്റ്റും അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് പാത്തുകൾ തീരുമാനിക്കും. എന്നാലും നീലിന്റെ പാത്ത് നീൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അത് ഉറക്കുന്നത് ഈ ഡാവോ യുവാൻ ലെവലിൽ എത്തുമ്പോഴാണ്. അങ്ങനെ പാത്തുറച്ച 2 കക്ഷികൾ മോർണിംഗിന്റെ ആ യാത്രയിൽ ആ സംഘത്തിന്റെ ഇടതും വലതുമായി ഉണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ഫിൻ അലക്സ് സിധു ഫെങ്ങിനോട് പരമാവധി ഡാവോ യുവാൻ ലെവലിലെ യോദ്ധാക്കളെ രംഗത്തിറക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ പറയുമ്പോൾ ഫിൻ അലക്സിന് അയാളുടെ കൂടെയും ആള് വേണമെന്നറിയാം. ലാ എൻഫോഴ്സ്മെന്റ് ടീമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. പിന്നെ ഫിൻ കുടുംബവും. അത് 2 കൂടി ചേർത്താൽ ഒരുപാട് ശക്തരെ ഫിൻ അലക്സിന് ലഭിക്കും. അവർ അതിവേഗം ഈ ആളെ കൂട്ടുമ്പോൾ ഈ സംഭവവികാസങ്ങൾ അറിയാതെ മോർണിംഗും നീലും ആ വാഹനത്തിൽ അങ്ങനെ മൂവ് ചെയ്യാണ്. നീല് കണ്ണടച്ചിരിക്കുകയാണ്. കണ്ണടച്ച നീല് ഓട്ടോമാറ്റിക്കായിട്ട് സംസാര ഗ്രേവ്യാർഡിനകത്ത് എത്തി. സംസാര ഗ്രേവ്യാർഡിനകത്ത് സാക്ഷൽ മോർണിംഗ് ഉണ്ട്. മോർണിംഗിനോട് നീലിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നീലിനെ കണ്ടപ്പോൾ തന്നെ മോർണിംഗ് പറഞ്ഞു, ട്യൂബ് മാസ്റ്റർ, എനിക്കറിയാം അങ്ങേക്ക് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. ഇപ്പോ ട്യൂബ് മാസ്റ്റർക്കൊപ്പം യാത്ര ചെയ്യുന്ന മോർണിംഗിന് എങ്ങനെ എന്റെ മുഖച്ഛായ വന്നു എന്നതല്ലേ ചോദ്യം? അതെ, അതാണ് എന്റെ ചോദ്യം. ട്യൂബ് മാസ്റ്റർ, അതൊരു കഥയാണ്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏൻഷ്യന്റ് വാർ ഈ കുന്നൻ മലനിരകളുമായി കണക്ട് ചെയ്തുണ്ടായി. അന്ന് ആ യുദ്ധത്തിന്റെ ഭാഗമായി ഞാനും മാറിയായിരുന്നു. ഞാൻ ആ യുദ്ധത്തിന്റെ ഭാഗമായി മാറുന്നതിന് മുമ്പ് ഞാൻ ഒരു തുള്ളി ബ്ലഡ് എസൻസ് അവിടെ മോ കുടുംബത്തിൽ സൂക്ഷിച്ചിരുന്നു. ഞാൻ യുദ്ധത്തിലേക്ക് പോയി പിന്നീട് തിരിച്ച് ചെല്ലാതായപ്പോ മോ കുടുംബക്കാർ എന്റെ ആ ഒരു തുള്ളി രക്തം തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് വരികയാണ്. ഈ അടുത്ത കാലത്തായി അവര് ആ ഒരു തുള്ളി രക്തത്തെ ശരിക്കും ക്ലോൺ ചെയ്ത് ഒരാളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. ശരിക്കും ആ ഒരു തുള്ളി രക്തത്തെ അവര് ഒരു യഥാർത്ഥ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ച് ആ സ്ത്രീയുടെ കുഞ്ഞായിട്ടാണ് മോർണിംഗ് ജനിക്കുന്നത്. എന്റെ ഛായ വന്നത് ഞാൻ മോർണിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നുകൊണ്ടാണ്. പക്ഷെ ആ പ്രക്രിയയിൽ പൂർണ്ണമായും വിജയിക്കാൻ ഈ മോ കുടുംബത്തിന് പറ്റിയില്ല. പറ്റാത്തതിന്റെ കാരണം അവരുടെ ആ ആക്ടിവിറ്റിയിൽ അവർക്ക് ചില തകരാറുകൾ സംഭവിച്ചതാണ്. പിന്നെ എന്തിനാണ് ഇപ്പോ എന്നെ പോലെ ഒരാളെ അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ചോദിച്ചാൽ ബ്ലഡ് ക്ലാൻകാരുടെ വരവാണ്. ബ്ലഡ് ക്ലാൻകാർ ഓരോ 50 കൊല്ലം കൂടുമ്പോഴും കുള്ളനിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായി സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാക്കളെ കൊടുക്കാൻ കുള്ളൻ മലകളിലെ ആളുകൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ധാരണ ഈ കുടുംബങ്ങളിലെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും. അയാളുമായി ഏറ്റവും അടുപ്പമുള്ള 1-2 ആളുകളുമായി അത് ഷെയർ ചെയ്തിരിക്കും. അവരുടെ കുടുംബത്തിലെ വേറെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ പരമാവധി അവരുമായി അകന്ന ബന്ധമുള്ള ആളുകളെ കണ്ടെത്തി അവർ ശരിക്കും പ്രൊമോട്ട് ചെയ്ത് അവർ സുപ്രീം എംപറേഴ്സ് ആക്കി മാറ്റും. ഇവിടെ ഈ മോ കുടുംബത്തിൽ അവര് കുറച്ചുകൂടി കടന്നു കയ്യാ ചെയ്തത്. അവര് എന്റെ രക്തത്തെ ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും എന്നെ പോലെ ഒരു ക്ലോണിനെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടി ആ വീട്ടിൽ തന്നെ അംഗമായിട്ടാണ് വളർന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവള് ഇപ്പോൾ ഉള്ള തലമുറയിലെ ആളുകളുമായി കണക്ഷൻ ഉള്ള ആളാണ് ചോദിച്ചാൽ അല്ല. അവള് വളരുന്നത് വലിയ സന്തോഷത്തോടെ അവളുടെ ബന്ധുക്കളൊക്കെ കാണുന്നുണ്ട് എന്നാണ് അവൾ കരുതുന്നത്. പക്ഷെ അവൾ വളർത്തുന്നത് ശരിക്കും ബലി കൊടുക്കാനാണ്. അതെ, സുപ്രീം എംപററാക്കി മാറ്റി
അവളെ ആ ബ്ലഡ് ക്ലാനുകാർക്ക് വിട്ടുകൊടുക്കാനാണ് യഥാർത്ഥത്തിൽ അവളെ വളർത്തുന്നത്. ഇപ്പോ മോർണിംഗ് ഡാവോ യുവൻ ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. അടുത്ത 1.5 കൊല്ലം കൊണ്ട് അവൾ സുപ്രീം എംപററായി മാറും. അതിനുള്ള മരുന്നുകളും മറ്റുമൊക്കെ ഈ മോ കുടുംബം കൊടുക്കുകയും ചെയ്യും. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നീലിന് ശരിക്കും വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ്. ഈ സ്കൈമിസ്റ്റ് സെക്ഷൻകാരും ജി സിഗ്നയെ വളർത്തുന്നത് അതുപോലെയാണ്. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും കൊടുത്ത് അവൾ അതിവേഗം സുപ്രീം എംപറർ ആക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇവിടെ ഈ സുന്ദരി മോർണിംഗിനെയും അതേപോലെ സുപ്രീം എംപററാക്കി മാറ്റാൻ മോ കുടുംബം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആക്കുന്ന ആ പ്രക്രിയയിൽ ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. സുപ്രീം എംപററായി ഒരാൾ മാറുന്നത് വലിയ കാര്യമായിട്ട് ആ കുടുംബക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഈ പിള്ളേരാരും തന്നെ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ സുപ്രീം എംപറർമാരായി ഉണ്ടായിരുന്ന 100 ആളുകൾ എങ്ങോട്ട് പോയെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കത്തുമില്ല. ആ ഭാഗം വളരെ രഹസ്യമായിട്ട് ആ കുടുംബങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ 50 കൊല്ലം എന്ന് പറയുന്ന വലിയ കാലയളവല്ല. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ നേരത്തെ കടന്നുപോയ ആ സുപ്രീം എംപറർമാരുടെ വിവരങ്ങൾ ഉണ്ടാകണം. ആ വിവരങ്ങൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഈ കുടുംബങ്ങളുടെ ലക്ഷ്യമാണ്. സുപ്രീം എംപറർമാർ 100 പേര് തികഞ്ഞില്ലെങ്കിൽ ബ്ലഡ് ക്ലാൻകാർ കുന്നിൽ അങ്ങിറങ്ങി. ഏത് കുടുംബത്തിനാണോ സുപ്രീം എംപറർ കൊടുക്കാൻ പറ്റാത്തത് ആ കുടുംബം പിന്നെ ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. അത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഒരാളെ ബലി കൊടുക്കാൻ ആ കുടുംബങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നത്. മോർണിംഗ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നീലിന് ശരിക്കും അതിശയം തോന്നുകയാണ്. നീല് മോർണിംഗിനോട് ചോദിച്ചു, അല്ല എന്തിനാ ഈ ബ്ലഡ് ക്ലാൻകാർക്ക് ഈ സുപ്രീം എംപ്രസിനെ വിട്ടുകൊടുക്കുന്നത്? തിരിച്ചടിച്ചാ പോരെ? ടു മാസ്റ്റർ, അതിന് പറ്റുമായിരുന്നെങ്കിൽ അവരത് ചെയ്യില്ലേ? ആ ഉത്തരത്തിനകത്ത് എല്ലാം ഉണ്ട്. ബ്ലഡ് ക്ലാൻ എന്ന് പറയുന്ന ആളുകൾക്ക് കുലൻ മലനിരകളിലെ ആളുകൾ ഒരു വിഷയമേ അല്ല. അല്ലെങ്കിൽ കുലൻ മലനിരകളിലെ ആളുകൾക്ക് ബ്ലഡ് ക്ലാൻകാരെ തൊടാനേ പറ്റില്ല. അവർ തമ്മിലുള്ള ശക്തി വ്യത്യാസം വളരെ വലുതാണ്. മോർണിംഗ് കാര്യങ്ങൾ വിശദമാക്കുമ്പോൾ ശരിക്കും നീല് വല്ലാത്തൊരു അതിശയത്തോടെ ആ ബ്ലഡ് ക്ലാനരെ കുറിച്ച് ആലോചിച്ചു പോവുകയാണ്. നീലിപ്പോ സെയിന്റ് കിങ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയാണ് ഒറിജിൻ ലെവലും ഒറിജിൻ കിങ് ലെവലും പിന്നെ ഡാവോ യുവാനും അത് കഴിഞ്ഞ് സുപ്രീം എംപററും ഒക്കെ ആവേണ്ടത്. ആ സുപ്രീം എംപററിലെ ആളുകളെ ശരിക്കും ഉറുമ്പുകളെ കൈകാര്യം ചെയ്യും പോലെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ബ്ലഡ് ക്ലാൻകാർ. അപ്പോൾ അവരുടെ കൾട്ടിവേഷൻ ലെവൽ എന്തായിരിക്കും? നീലിന് ആ കൾട്ടിവേഷൻ ലെവൽ എന്താണെന്ന് പോലും അറിയില്ല. സുപ്രീം എംപറർ തന്നെ ഈ അടുത്ത കാലത്താണ് നീൽ കേട്ടു തുടങ്ങിയത്. ജി സിഗ്നയെ വളർത്തുന്നത് സുപ്രീം എംപറർ ലെവലിലേക്ക് കടക്കാൻ വേണ്ടിയാണെന്ന് കോർട്ടവറിൽ വെച്ചാണ് നീൽ അറിയുന്നത്. നീലിനോട് ആ കാര്യം അവിടുത്തെ ആ തലവൻ പറയുമ്പോൾ നീൽ അതൊരു വല്ലാത്ത അതിശയം ഉണർത്തുന്ന കാര്യമായിരുന്നു. ഇപ്പൊ മോർണിംഗ് വഴി കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായിരിക്കുകയാണ്. മോർണിംഗും നീലും അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മോർണിംഗ് പറഞ്ഞത്, ടു മാസ്റ്റർ പ്രശ്നം വരികയാണ്. അത് കേട്ടതും നീല് സംസാര ഗ്രവിയാടിനകത്തുനിന്ന് നീലിന്റെ ആ ഡിവൈൻ സെൻസ് പിൻവലിച്ചു. നീല് പെട്ടെന്ന് ജനാലയ്ക്കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അതേ സമയത്ത് തന്നെ അകത്തുള്ള മോർണിംഗും നോക്കുകയാണ്. അവര് നോക്കാൻ ഒരു കാരണമുണ്ട്. അവരുടെ കുതിരവണ്ടി ഇപ്പോ സ്റ്റോപ്പായിരിക്കുകയാണ്. ആ വണ്ടി മാത്രമല്ല, സമയത്തുള്ള എല്ലാ വാഹനങ്ങളും സ്റ്റോപ്പായി കഴിഞ്ഞു. മോർണിംഗ് ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുഭാഗത്തും കൂറ്റൻ മലകളാ കാണുന്നത്. അതിവിശാലമായ ഒരു താഴ്വരയെ കൂടിയാണ് അവരുടെ ആ വാഹന വ്യൂഹം കടന്നു പോകുന്നത്. ആ താഴ്വര കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി പോയാലേ മോ കുടുംബത്തിലേക്ക് എത്തത്തുള്ളൂ. സി സിറ്റിയിൽ നിന്ന് മോ കുടുംബത്തിലേക്ക് ആ താഴ്വര വഴിയെ കടന്നു പോകാൻ പറ്റും. ആ കാര്യം മോർണിംഗിന് അറിയാം. ഇവരെന്തിനാ വാഹനം നിർത്തിയത് എന്ന് ചോദിക്കാനായി മോർണിംഗ് വാ തുറക്കുമ്പോൾ തന്നെ മോർണിംഗിന് കാര്യം മനസ്സിലായി. ആ വാഹന വ്യൂഹം വളയപ്പെട്ടിരിക്കുകയാണ്. അവരെ വളഞ്ഞിരിക്കുന്ന ആളുകൾ ശരിക്കും ശക്തരാണെന്നും മോർണിംഗിന് ആ നിമിഷം തന്നെ മനസ്സിലായി. അവള് നീലിനോട് പറഞ്ഞു, ഏയ് നീൽഗ്രി, ഇവിടെ തന്നെ ഇരിക്കണം. പുറത്ത് ശക്തരായ ആളുകളാ നമ്മളെ വളഞ്ഞിരിക്കുന്നത്, ഞാൻ അവരെ നേരിടാം. അങ്ങനെ അവൾ പറഞ്ഞതും നീല് പറഞ്ഞു, ഞാൻ കൂടെ. ഏയ് നീൽഗ്രി, നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന ആളുകളല്ല അവർ ശരിക്കും ശക്തരാണ്. നീൽഗ്രി സെയിന്റ് കിങ് ലെവലിലെ യോദ്ധാവാണ്, കുറച്ച് ശക്തിയുള്ള ആളാണ്. അയാൾക്ക് ഈ ഒറിജിനൽ ലെവലിലെയും ഒറിജിനൽ കിങ് ലെവലിലെയും ആളുകളെയൊക്കെ നേരിടാൻ പറ്റും. അതും ഈ മോർണിംഗിന് അറിയാം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഡാവോ യുവാൻ ലെവലിലെ ആളുകളാ തങ്ങളെ വളഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ എന്നൊരു തോന്നൽ മോർണിംഗിനെ ഉള്ളത് കൊണ്ടാണ് മോർണിംഗ് നീലിനെ പൂർണ്ണമായി തടുത്തത്. നീല് ഒന്നും വേണ്ടിയില്ല. മോർണിംഗ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവളുടെ കയ്യിൽ ആ വാള് വന്നു കഴിഞ്ഞു. അവള് കുതിരവണ്ടിയുടെ മുന്നിലേക്ക് വരുമ്പോൾ കുറേയേറെ ആളുകൾ അവിടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടങ്ങ് നിൽക്കുകയാണ്. ആ ആളുകളുടെ നേരെ വാള് ചൂടിക്കൊണ്ട് മോർണിംഗ് അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ ആരോടെ കളിക്കുന്നതെന്നറിയാവോ? നിങ്ങൾ ആരെ തടസ്സപ്പെടുത്തുന്നറിയാവോ? അങ്ങനെ മോർണിംഗ് ചോദിച്ചതും നല്ല പരുക്കൻ ശബ്ദത്തിൽ ഒരു മറുപടി മോർണിംഗ് കേട്ടു. മിസ് മോർണിംഗ്, ഈ താഴ്വരയിൽ നിങ്ങളെ തടയാൻ തീരുമാനിക്കും മുമ്പ് തന്നെ അത് ഞങ്ങൾക്ക് അറിയാം. ഒരു വിരട്ടൽ കൊണ്ട് കാര്യമില്ല എന്ന് ആ മറുപടി മോർണിംഗിനെ ശരിക്കും
ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ലിങ്ടനും ആ ഓൾഡ് ടിയാനും മോർണിംഗിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ലിങ്ടൺ ഇപ്പോ ഒറിജിനൽ കിങ് ലെവലിലെ ഒരു യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ ആ എതിരാളികളെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ലിങ്ടനുണ്ട്. ലിങ്ടൺ ആ കുതിരവണ്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തിയത് അകത്തുള്ള നീലിനെ സംരക്ഷിക്കാനാണ്. അയാളുടെ യങ് മാസ്റ്റർ എന്ന് പറയുന്നത് നീൽഗിരിയാണ്. ആ കുതിരവണ്ടിയുടെ അടുത്തായി വാളും ഊരി പിടിച്ചുകൊണ്ട് ലിങ്ടൺ നിൽക്കുന്നത് കണ്ടതും മോർണിംഗ് ലിങ്ടനെയും കുതിരവണ്ടിയും നോക്കിയിട്ട് തിരിഞ്ഞ് വീണ്ടും അവളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടസ്സമായി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഈ കളിക്കുന്നത് തീക്കളിയാണ്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാവുന്ന സ്ഥിതിക്ക് ഇനി സംഭാഷണത്തിന് അർത്ഥമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ മോർണിംഗ് ഓൾഡ് ടിയാനോട് പറഞ്ഞു, അങ്കിൾ ചാർജ്. കേൾക്കേണ്ട താമസം ഓൾഡ് ടിയാൻ മുന്നോട്ട് കുതിച്ചു. അതിനേക്കാൾ വേഗതയിൽ മോർണിംഗും മുന്നോട്ട് കുതിക്കുകയാണ്. രണ്ടുപേരും ശരിക്കും പവർഫുൾ യോദ്ധാക്കളാണ്. ഡാവോ യുവാൻ ലെവലിലെ ആ രണ്ട് യോദ്ധാക്കളും ഒരുമിച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ മുൻപിലുള്ള ആളുകളും അതുപോലെ മുന്നോട്ട് കുതിച്ചു. അതിഭീകരമായ ആ സംഘർഷം ആരംഭിക്കുമ്പോൾ മോർണിംഗിന്റെ കൂട്ടത്തിലെ ബാക്കിയുള്ള ആ ടീമും എതിരാളികളെ നേരിട്ട് തുടങ്ങി. ഓൾഡ് ടിയാനെ പോലെ ഒരാൾ കൂടി ഡാവോ യുവാൻ ലെവൽ മോർണിംഗിന്റെ ഗ്രൂപ്പിലുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ ഒറിജിൻ കിങ് ലെവലോ ഒറിജിനൽ ലെവലുകാരോ ഒക്കെയാണ്. എന്തായാലും അവരെല്ലാവരും അവരവരുടെ കയ്യിലെ ആയുധങ്ങളുമായി എതിരാളികളെ നേരിട്ട് തുടങ്ങി. മോർണിംഗ് ഒരു അസാധ്യ പ്രതിഭാശാലിയാണെന്ന് വ്യക്തമാകുന്ന ശൈലിയിലായിരുന്നു അവളുടെ ആക്രമണം. മുന്നോട്ട് കുതിച്ച മോർണിംഗ് ശരിക്കും അമ്പലപ്പിക്കുന്ന വേഗതയിൽ ആകാശത്തേക്ക് ചാടി ഉയർന്ന് എതിരാളികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അവളെ തലങ്ങും വിലങ്ങും വെട്ടി അരിയുകയാണ്. ഈ സമയത്ത് ഓൾഡ് ടിയാനും തന്നെ ആക്രമിക്കുന്ന ആളുകളെ തലങ്ങും വിലങ്ങും വെട്ടി എറിയുമ്പോൾ ഓൾഡ് ടിയാന്റെ പുറത്തും അതുപോലെ മോർണിംഗിന്റെ പുറത്തും എതിരാളികളുടെ വാളുകളിൽ നിന്ന് പ്രഹരം ഏൽക്കുന്നുണ്ട്. രണ്ടുപേരുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി തുടങ്ങി. സംഘടന ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോർണിംഗും ഓൾഡ് ടിയാനും ഒരു കാര്യം മനസ്സിലാക്കി. അവരുടെ കൂടെയുള്ള ആളുകളിൽ അവർ രണ്ടുപേരും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ സമയത്ത് ലിങ്ടനും താഴെ വീണിരിക്കുകയാണ്. പക്ഷെ ലിങ്ടന് ജീവനുണ്ട്. മോർണിംഗും ഓൾഡ് ടിയാനും ഇരുഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ തടയാൻ വേണ്ടി പരസ്പരം ബോഡി ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് മോർണിംഗ് മുഖംമൂടി ധരിച്ച ഒരാള് തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് ശ്രദ്ധിക്കുന്നത്. ആ ആള് മോർണിംഗിന്റെ നേരെ വാൾ ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു, ഹേയ് മോർണിംഗ്, നീ ഇനി എത്ര ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. നിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. മോർണിംഗ് പെട്ടെന്നാണ് ആ ആളെ തിരിച്ചറിയുന്നത്. ഏയ് സിദുഫൻ, നീയാണല്ലേ മുഖംമൂടി ധരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഏയ് ഫൺ, ഇതിന്റെ ഫലം എന്തായിരിക്കും എനിക്കറിയാവോ? എന്റെ ചേട്ടൻ ഈ വിവരം അറിഞ്ഞാൽ നിന്റെ കുടുംബം പിന്നെ ബാലൻസ് ഉണ്ടാവില്ല. അത് കേട്ടതും സിദുഫൻ ചിരിച്ചു. കൊള്ളാം, മോ കുടുംബത്തിലെ സുന്ദരി ഇങ്ങനെ തന്നെ പറയണം. പക്ഷേ മോർണിംഗ്, നിന്റെ സഹോദരൻ ഈ വിവരം അറിയുമ്പോഴേക്കും നീ ഞങ്ങളിൽ പലരുടെയും കിടക്ക പങ്കിട്ട് കഴിയും. സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സൂചന ആ സിദുഫങ്ങിന്റെ നാവിൽ നിന്ന് അടർന്നു വീഴുകയാണ്. ഈ സമയത്ത് ഓൾഡ് ടിയാൻ ഒരു ഗ്രൂപ്പിന്റെ മധ്യത്തിൽ പെട്ടിരിക്കുകയാണ്. അയാളെ ആ ഗ്രൂപ്പ് തന്ത്രപൂർവ്വം മോർണിംഗിന്റെ അടുത്തുനിന്ന് ശരിക്കും ഫൈറ്റ് ചെയ്ത് മാറ്റിയതാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു പത്മവ്യൂഹത്തിനകത്താണ് ഓൾഡ് ടിയാൻ. മോർണിംഗിന് സംരക്ഷണം കൊടുക്കേണ്ട അയാൾക്ക് ആ വ്യൂഹത്തെ മറികടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മോർണിംഗ് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് ബോധ്യമായതും സിദുഫങ് ആ മുഖാവരണം അങ്ങ് മാറ്റി. സിദുഫങ്ങിന്റെ മുഖത്ത് ഇപ്പൊ ഒരു വല്ലാത്ത പുഞ്ചിരിയുണ്ട്. അയാള് ഈ ഹോളി ലിസ്റ്റിലെ 1000ാമത്തെ റാങ്കുകാരനാണ്. മോർണിംഗിനേക്കാൾ ശക്തനാണ് സിദുഫങ്. അതുകൊണ്ട് തന്നെ സിദുഫങ്ങിന് ഒറ്റയ്ക്ക് നിൽക്കുന്ന മോർണിംഗ് ഒരു വിഷയമേ അല്ല. സിദുഫങ് ചിരിച്ചുകൊണ്ട് വാളുമായി മോർണിംഗിന് നേരെ സാവധാനം നടക്കുമ്പോൾ മോർണിംഗ് അക്ഷരാർത്ഥത്തിൽ പെട്ടതുപോലെ. അപ്പോഴാണ് ഉറക്കെ ഒരു ശബ്ദം സിദുഫങ് കേൾക്കുന്നത്. സിദു, ഇനി നോക്കി നിൽക്കേണ്ട. ആ ശബ്ദം ആ നിമിഷത്തിൽ മോർണിംഗ് തിരിച്ചറിഞ്ഞു. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൾ നോക്കുമ്പോൾ അതുവരെ ആ ഫൈറ്റിൽ ഇടപെടാതെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാള് പാറപ്പുറത്തുനിന്ന് താഴേക്ക് ചാടിയിരിക്കുകയാണ്. അയാളുടെ മുഖത്ത് ഒരു ആവരണമുണ്ട്. പക്ഷെ അയാളുടെ ശബ്ദവും അയാളുടെ ആ ബോഡി ലാംഗ്വേജും ആ ആള് ആരാണെന്ന് ആർക്കും മനസ്സിലാക്കി കൊടുക്കും. അമ്പരപ്പോടെ മോർണിംഗ് അയാളെ നോക്കി പറഞ്ഞു, ഫിനലക്സ്, നിങ്ങൾ ലാ എൻഫോഴ്സ്മെന്റ് ടീമിന്റെ തലവനായിരിക്കുമ്പോ ഇങ്ങനെയാണോ കാര്യങ്ങൾ ഇടപെടുന്നത്? മോ കുടുംബത്തെ ഇതുപോലെ വഴിക്ക് വെച്ച് ആക്രമിക്കുമ്പോ സംരക്ഷണം നൽകേണ്ട ചുമതല നിങ്ങളുടെ ലാ എൻഫോഴ്സ്മെന്റുകാർക്കില്ലേ? അത് കേട്ടതും ആ മുഖാവരണം അങ്ങ് എടുത്തു മാറ്റിയ ഫിനലക്സ് മോർണിംഗിനോട് പറഞ്ഞു, ഏയ് മോർണിംഗ്, നിന്റെ ഈ ശബ്ദം എനിക്ക് തീരെ പിടിക്കുന്നില്ല. നിന്റെ ഈ അഹങ്കാരം നിറഞ്ഞ ഈ ശബ്ദമുണ്ടല്ലോ, അത് എന്നെയും സിധുവിനെയും അലോസരപ്പെടുത്തി തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. മോ കുടുംബത്തിന്റെ തണലിൽ നീ ഒരുപാട് അങ്ങ് നെഗളിച്ചു. പക്ഷെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാ. സിധു, ഇനി നോക്കി നിൽക്കണ്ട, അവളെ കീഴ്പ്പെടുത്ത്. മോർണിംഗിനെ റേപ്പ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഫിനലക്സ്
സീതു ഫെങ്ങിന് കൊടുത്തത്. സീതു ഫെങ്ങിന്റെ മുഖത്ത് ഇപ്പൊ ഒരു വല്ലാത്ത പുഞ്ചിരിയുണ്ട്. ശരിക്കും നിസ്സഹായാണ് ഇപ്പോ മോർണിംഗ്. അവളുടെ ദേഹത്തോടാൻ ഇതുവരെ ഒരവസരവും സീതു ഫെങ്ങിന് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇത് ആരുമില്ലാത്ത ആ വിജനമായ സ്ഥലത്ത് അയാൾക്ക് ഇതാ മോർണിംഗിനെ കിട്ടിയിരിക്കുകയാണ്. സീതു ഫെങ് മോർണിംഗിന് നേരെ നടക്കുമ്പോൾ ആ കുതിരവണ്ടിക്ക് നേരെ നടക്കുകയാണ് സാക്ഷാൽ ഫിൻ അലക്സ്. ആ കുതിരവണ്ടിയിൽ നീൽഗിരി ഉള്ളത് അയാൾക്കറിയാം. അവനെയും കൂടി തീർക്കണം, കാരണം അല്ലെങ്കിൽ അവൻ ഒരു സാക്ഷിയാവും. മോർണിംഗിനെ അവസാനിപ്പിക്കാനാണ് അവരെത്തിയിരിക്കുന്നത്. മോർണിംഗ് അവസാനിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവർ ആ വാർത്ത കുടുംബത്തിൽ എത്തിക്കും. അത് പിന്നെ വിഷയമാകും. അതറിയാവുന്ന ഫിൻ അലക്സ് അതുകൊണ്ട് ആ കുതിരവണ്ടിക്ക് നേരെ വരുന്നത്. ഈ സമയത്ത് മോർണിംഗ് തന്നെ സീതു ഫെങ് തൊടുന്നതിന് മുമ്പ് സ്വയം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം വരെ പോരാടിയിട്ടേ അവൾ അത് ചെയ്യുമെന്നും മനസ്സ് ഉറപ്പിച്ചിട്ടുണ്ട്. അവള് രണ്ട് കൈ കൊണ്ടും അവളുടെ ആ വാളുടെ പിടിയിലങ്ങ് പിടിച്ചിരിക്കുകയാണ്. തന്റെ അടുത്തേക്ക് നടന്ന് സീതു ഫെങ് വരുമ്പോൾ അവള് കൺകോണിലൂടെ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഏതാനും ഡാവോ യുവാൻ ലെവലിലെ യോദ്ധാക്കൾ അവളെ വളയുകയാണ്. സീതു ഫെങ്ങിനെ ഒറ്റയ്ക്ക് ചിലപ്പോ നേരിടാനും പിടിച്ചു നിൽക്കാനും ഒക്കെ പറ്റിയേക്കും. പക്ഷേ ഏകദേശം 1/2 ഡസനോളം വരുന്ന ആ ഡാവോ യുവാൻകാർ ഒന്നിച്ച് അവളെ എതിരിട്ടാൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അവരെ അടുത്തെത്തും മുമ്പ് അവരെ ആക്രമിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നിയ മോർണിംഗ് പെട്ടെന്ന് ആ അവസ്ഥയിലും മുന്നോട്ട് കുതിച്ചു എന്ന് മാത്രമല്ല, അവള് ഡാവോ യുവാൻ ലെവലിലെ ഒരു യോദ്ധാവിന്റെ ഷോൾഡറിൽ അതിശക്തമായി ആഞ്ഞു വെട്ടുകയും ചെയ്തു. അയാളും ശക്തനാണ്. അതുകൊണ്ട് തന്നെ അയാൾ അതിവേഗം മാറിയതുകൊണ്ട് അയാളുടെ ഷോൾഡറിലേക്ക് വെട്ട് മാറിയത്. അയാളുടെ കഴുത്ത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ മോർണിംഗ് വെട്ടിയത്. ആ വെട്ട് ആ യോദ്ധാവിന്റെ ഷോൾഡറിൽ വീണ ആ നിമിഷത്തിൽ മോർണിംഗ് ഒരു കാര്യം തിരിച്ചറിയുകയാണ്. അവളുടെ കഴുത്തിൽ ചോര പുരണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, തണുത്ത മെറ്റലിന്റെ ഒരു സ്പർശനം അവൾക്ക് ഫീൽ ചെയ്യണം. അവൾക്ക് കൺകോണിലൂടെ ആ കാഴ്ച കാണാം. സീതു ഫെങ്ങിന്റെ വാള് അവളുടെ കഴുത്തിൽ അങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അവള് ഒന്ന് അനങ്ങിയാൽ ആ നിമിഷം സീതു ഫെങ് അവളെ തീർക്കും. അവളുടെ കഴുത്തിൽ ആ വാള് കുത്തി നിർത്തിക്കൊണ്ട് സീതു ഫെങ് അവളോട് പറഞ്ഞു, മോർണിംഗ് ഇനി അനങ്ങിയാൽ ഈ കഴുത്ത് ഞാനങ്ങ് മുറിക്കും. അങ്ങനെ സീതു ഫെങ് പറയുമ്പോഴേക്കും മോർണിംഗിന്റെ കയ്യിലെ വാള് ആ ഡാവോ യുവാൻ യോദ്ധാക്കൾ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ തികച്ചും നിരായുധിയാണ് മോർണിംഗ്. അവൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. ഈ കാഴ്ച ആ കുതിരവണ്ടിക്ക് നേരെ നടക്കുന്ന ഫിൻ അലക്സ് കാണുന്നുണ്ട്. അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മോർണിംഗ് എന്ന ആ ദാഷ്ട്യക്കാരി ഇതാ അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ വോളിറ്റിയാനും ആ കാഴ്ച കണ്ടു. അയാൾക്ക് യങ് മിസ് മോർണിംഗിനെ രക്ഷിക്കുക എന്നുള്ള ചുമതലയാണ് ഉള്ളത്. പക്ഷെ അയാളെ വളഞ്ഞിരിക്കുന്ന ആ ആളുകളെ മറികടക്കാൻ പറ്റുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അയാളെ അവർ പൂട്ടിയിരിക്കുകയാണ്. 1 ഇഞ്ച് പോലും ഗ്യാപ്പ് കൊടുക്കാതെ അയാളെ അവന്മാര് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ലിങ്ഡനും ഈ കാഴ്ച കാണുന്നുണ്ട്. ലിങ്ഡൻ തറക്കിടക്കുകയാണ്. ലിങ്ഡനെ എണീക്കാൻ പറ്റുന്നില്ല. അയാള് നോക്കുന്നത് യഥാർത്ഥത്തിൽ മോർണിംഗിനല്ല, അയാൾ നോക്കുന്നത് ആ കുതിരവണ്ടിയിലേക്കാണ്. കുതിരവണ്ടിയിലാണ് നീൽഗിരി ഉള്ളത്. അയാൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ആ കുതിരവണ്ടിയുടെ അടുത്തെത്തിയ ഫിൻ അലക്സ് ആ കുതിരവണ്ടിയിലേക്ക് അയാളുടെ വാള് ആഞ്ഞൊരൊറ്റ കുത്തു. അയാൾക്കറിയാം നീൽ എവിടെയാണ് ഉള്ളതെന്ന്. നീല് ആ കുതിരവണ്ടിയിൽ കയറി ഇരിക്കുന്നത് യാത്ര തുടങ്ങിയ സമയത്ത് അയാൾ കണ്ടതാണ്. നീൽ ഇരിക്കുന്ന പ്ലേസിലേക്ക് പെട്ടെന്നാണ് അയാൾ ആ വാളങ്ങെ കുത്തിക്കയറ്റിയത്. വാള കുത്തിക്കയറ്റി തിരിച്ചൊരൊറ്റ വലി. പക്ഷെ ആ നിമിഷത്തിൽ ആ വാളിൽ രക്തമില്ല. എന്നാൽ അതേ നിമിഷത്തിൽ അയാൾ മറ്റൊരു കാഴ്ച കണ്ടു. മോർണിംഗിന്റെ കഴുത്തിലേക്ക് വാള് ചൂണ്ടിരുന്ന സീതു ഫെങ് പറക്കുന്ന കാഴ്ചയാണ് ഇപ്പോ ഫിൻ അലക്സ് കാണുന്നത്. തന്റെ അടുത്തൂടെ ഒരു കാറ്റ് പാഞ്ഞു പോയത് സ്വാഭാവികമായിട്ടും മോർണിംഗും അറിഞ്ഞായിരുന്നു. ശക്തമായ ഒരു കാറ്റ് അവളുടെ മൂക്കിന്റെ അടുത്തൂടെ ഇങ്ങനെ പാഞ്ഞു പോവുകയായിരുന്നു. അവൾ ശരിക്കും ആ കാറ്റടിച്ചപ്പോ ഒന്ന് ഭയന്നു. ആ അമ്പരപ്പിൽ അവളുടെ കണ്ണുകൾ അടയുകയും ചെയ്തു. പെട്ടെന്ന് അവളെ കണ്ണു തുറന്നപ്പോ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവൾ കാണുന്നത്. സാക്ഷാൽ സീതു ഫെങ് അവിടെയുള്ള ഒരു പാറയിൽ ചാരി നിൽപ്പുണ്ട്. പക്ഷെ സീതുവിന്റെ നെഞ്ചിലൂടെ ഒരു കുന്തം കടന്ന് ആ പാറയിൽ കുത്തി നിൽക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആണി അടിച്ചു വെച്ചതുപോലെ സീതു ഫെങ്ങിനെ ആ പാറയിൽ തറപ്പിച്ചിരിക്കുകയാണ്. സീതു ഫെങ്ങിന്റെ മുഖത്തും വലത്തൊരു അമ്പരപ്പുണ്ട്. ഈ അമ്പരപ്പ് ഫിൻ അലക്സിനുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് ഫിൻ അലക്സ് ആലോചിക്കുമ്പോഴേക്കും ഒരു മൂവ്മെന്റ് അയാൾ കണ്ടു. എന്തോ ചലിക്കും പോലെയാണ് അയാൾ കണ്ടത്. അടുത്ത നിമിഷത്തിൽ മോർണിംഗ് ഉൾപ്പെടെ സകല ആളുകളും ആ കാഴ്ച തിരിച്ചറിയുകയാണ്. സീതു ഫെങ്ങിന്റെ തൊട്ടു മുന്നിൽ സാക്ഷാൽ നീൽഗിരി നിൽക്കുകയാണ്. ആ കുതിരവണ്ടിക്കകത്തുണ്ടായിരുന്ന നീല് പുറത്തേക്ക് എപ്പോ ഇറങ്ങിയെന്നോ എപ്പോ സീതു ഫെങ്ങിനെ ആക്രമിച്ചെന്നോ ഒരാളും കൃത്യമായി കണ്ടിട്ടില്ല. അവർക്ക് എപ്പോ കാണാൻ കഴിയുന്ന കാഴ്ച സീതു ഫെങ്ങിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന നീൽഗിരിയാണ്. നീല് സീതു ഫെങ്ങിനോടായി പറഞ്ഞു, നീ തൊടാൻ പാടില്ലാത്ത ആളെയാണ് തൊട്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീൽ ആ കുന്തം വലിച്ചൂരിയാണ്. അടുത്ത നിമിഷത്തിൽ ആ കുന്തം വീണ്ടും ഒന്ന് ചലിച്ചു. ആ നിമിഷത്തിൽ സകലരും അമ്പരപ്പിക്കുന്ന ആ രംഗം കാണുകയാണ്. സീതു ഫെങ്ങിന്റെ കഴുത്തറ്റ്
തല ആ പാറയുടെ അവിടെ നിന്ന് ഉരുണ്ട് താഴേക്ക് വരികയാണ്. ഇപ്പോൾ എൻറ്റയർ മേഖലയും നിശബ്ദമായി കഴിഞ്ഞു. ഓൾഡ് ടിയാനെ ആക്രമിച്ചിരുന്ന ആ യോദ്ധാക്കളും അക്ഷരാർത്ഥത്തിൽ യുദ്ധം മതിയാക്കിയിരിക്കുകയാണ്. ഓൾഡ് ടിയാൻ അയാളുടെ ആ വാള് തറയെ കുത്തി അതിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. മോർണിംഗ് സ്തംഭിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവൾക്കൊരു അനക്കവുമില്ല. സിദുഫങ് അതിശക്തരാണ്. ഹോളി ലിസ്റ്റിലെ 1000 റാങ്കുകാരനാണ്. ആ 1000 റാങ്കുകാരനെ വെറും ഒരു സെയിന്റ് കിങ് ലെവലിലെ യോദ്ധാവ് ഇത് വധിച്ചിരിക്കുന്നു. കാര്യം വ്യക്തമാണ്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു ധാരണയും മോർണിംഗിന് ഇല്ല എന്നതാണ് സത്യം. പക്ഷെ ഈ രംഗം ഫിൻ അലക്സിനെ ശരിക്കും ചൂടിപ്പിച്ചു. ഫിൻ അലക്സ് നീൽ ഗ്രിയെ നോക്കിയിട്ട് ഒന്ന് അലറി. ഏയ് നീൽ ഗ്രി, നീ തൊട്ടത് സീധൂരെയാണ്. അതിന്റെ ഫലം ഇപ്പോ നീ അനുഭവിക്കും. അങ്ങനെ ഫിൻ അലക്സ് പറയുമ്പോഴേക്കും നീല് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. മുന്നോട്ട് കുതിക്കുന്ന നീലിന്റെ കയ്യിൽ ആ കുന്തമുണ്ട്. 2 മീറ്റർ നീളമുള്ള ആ കുന്തം 9 നെഥർ സ്കൈ സ്പിയർ എന്ന് നീൽ പേരിട്ട് വിളിച്ച അതേ കുന്തം, ലിങ്കന്റെ പിതാവ് നീലിന് സമ്മാനിച്ചിരിക്കുന്ന അതേ കുന്തം. ആ കുന്തവുമായി മുന്നോട്ട് കുതിച്ച നീൽഗ്രി ഫിൻ അലക്സിന് നേരെ കുതിക്കുന്നതിന് പകരം മോർണിംഗിന്റെ സമീപത്തുണ്ടായിരുന്ന ആ ഡാവോ യുവാൻ യോദ്ധാക്കളുടെ അടുത്തേക്കാണ് എത്തിയത്. ആ യോദ്ധാക്കളും ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. പക്ഷേ അവരുടെ ആ ഞെട്ടൽ അടുത്ത നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു ഭയമായി മാറുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളുടെ നെഞ്ചിലൂടെ നീൽഗിരിയുടെ കുന്തം കടന്നു പോവുകയാണ്. ആ കുന്തം വലത് കൈയിലൂടെ കടന്നു പോകുമ്പോൾ നീലിന്റെ ഇടത് കൈയിൽ ഒരു സോഡ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ആ സോഡ് കൊണ്ട് ഇടതുവശത്ത് നിൽക്കുന്ന ആളുടെ കഴുത്ത് ഒറ്റവെട്ടിന് നിലങ്ങ് മുറിക്കുകയാണ്. ശരിക്കും സ്തംഭിച്ച് നിൽക്കുന്ന ആ ഡാവോ യുവാൻ യോദ്ധാക്കൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് 2 ആളുകൾ നിശ്ചലമായി കഴിഞ്ഞു. മോർണിംഗ് അപ്പോഴും സ്തംഭിച്ച് ഒരു സ്റ്റാച്ചു പോലെ നിൽക്കുകയാണ്. അടുത്ത ഏതാനും നിമിഷങ്ങൾ ഇടങ്കയിൽ ഒരു വാളും വലങ്കയിൽ ഒരു സ്പീറുമായി നീര് ഒരു താണ്ഡവം തന്നെ അവിടെ നടത്തി. സെക്ഷൻ ഫിൻ അലക്സ് ഈ കാഴ്ച കണ്ട് സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. ഓൾഡ് ടിയാനിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകളും മോർണിംഗിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകളും ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളായി ചിതറി തറയിൽ കിടക്കുകയാണ്. ചിലർക്കൊക്കെ ജീവന്റെ അംശം ബാക്കിയുണ്ടെന്ന് മാത്രം. ഓൾഡ് ടിയാൻ തറയിൽ വീണ് കിടക്കുകയാണ്. മോർണിംഗ് നിശ്ചലയെ അങ്ങനെ നിൽക്കപ്പോൾ നീൽഗിരി ഫിൻ അലക്സിനെതിരെ തിരിഞ്ഞു. ഫിൻ അലക്സ് ശരിക്കും ഒരക്ഷരം പോലും മിണ്ടാതെ ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾക്ക് ഈ കാഴ്ചകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ തന്റെ മുന്നിൽ അരങ്ങേറുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ നിന്ന ഫിൻ അലക്സ് അവസാനം ഒന്ന് അലറിക്കൊണ്ട് അയാൾ മുന്നോട്ട് കുതിക്കുകയാണ്. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ആയുധമില്ല. അത് കണ്ടതും നീൽഗിരി തന്റെ ആ കുന്തം പിൻവലിച്ചു. വെറും കൈയുമായി മുന്നോട്ട് കുതിക്കുന്ന ആ ഫിൻ അലക്സിന്റെ നേരെ നീൽഗിരിയും വെറും കൈയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. 2 പേരും മുന്നോട്ട് കുതിക്കുന്നിടയിൽ ചാടി ഉയരുകയും ആകാശത്ത് വെച്ച് ആഞ്ഞിടിക്കുകയും ചെയ്തു. ഇടിയേറ്റ് 2 പേരും 2 ഭാഗത്തേക്ക് വീണു. ഇപ്പോ ഫിൻ അലക്സിന്റെ അമ്പരപ്പ് ഒന്ന് കൂടിയിട്ടുണ്ട്. നേരത്തെ സമുദ്ര തീരത്ത് വെച്ച് അയാൾ നീൽഗിരിയുമായി ഒന്ന് ഇടഞ്ഞതാണ്. ആ സമയത്ത് നീലിനെ അവസാനിപ്പിക്കാൻ അയാളുടെ വാള് പുറത്തെടുത്തതാണ്. മോർണിംഗ് ഇടപെട്ടലായിരുന്നെങ്കിൽ അപ്പോ അവസാനിച്ചില്ലേ. ആ വാള് പുറത്തെടുക്കുമ്പോൾ ഒരിക്കൽ കൂടി കൈമുഷ്ടി കൊണ്ട് ഒന്ന് ഇടിച്ചു നോക്കാൻ അയാൾ തീരുമാനിച്ചപ്പോ നീല് അതിനൊപ്പം കൂടിയതാണ്. 2 പേരുടെയും ഫുൾ പവർ ആ കൈകളിൽ പ്രതിഫലിച്ചപ്പോ 2 പേർക്കും ആ കാര്യം ഉറപ്പായി. 2 പേരും ശക്തരാണ്. അടുത്ത പക്ഷത്തിൽ ആ കൂറ്റൻ വാള്, ആ ബ്രോഡ് സോഡ് ഫിൻ അലക്സ് കയ്യിലെടുത്തു. അയാൾ ഒറ്റ കൈയില ആ വാള് പിടിച്ചിരിക്കുന്നത്. 2 കൈ കൊണ്ട് പോലും ആ വാള് പിടിച്ചുയർത്താൻ സാധാരണ ഒരു യോദ്ധാവിന് പറ്റത്തില്ല. അത്ര വലിപ്പമുള്ള, അത്ര ശക്തമായ ഒരു ആയുധമാണ് ആ ബ്രോഡ് സോഡ്. അതിനെ നിസ്സാരമായിട്ട് ഒരു കയ്യിൽ എടുത്തിരിക്കുകയാണ് ഫിൻ അലക്സ്. ഫിൻ അലക്സ് ആ വാള് ഒന്ന് ഉയർത്തിക്കൊണ്ട് നീലിനോട് പറഞ്ഞു, നീൽഗ്രി, നിന്നെ സീ സിറ്റി വെച്ച് ഈ വാള് കൊണ്ട് ഞാൻ തീർക്കാൻ പോയതാണ്. അപ്പോ നീ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഇപ്പോ നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. മോർണിംഗും ലിങ്ടനും ടിയാനും 3 പേരാണ് അവിടെ നീലിനും ഫിൻ അലക്സിനും പുറമെ ജീവനോടുള്ള കക്ഷികൾ. അവര് ഒരക്ഷരം മിണ്ടാതെ ആ രംഗത്തിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ നീലിന്റെ വലത് കൈയിൽ വീണ്ടും ആ സ്പിയർ പ്രത്യക്ഷപ്പെട്ടു. 9 നെഥർ സ്കൈ സ്പിയർ നീലിന്റെ കയ്യിലേക്ക് പ്രത്യക്ഷപ്പെട്ടതും നീല് മുകളിലേക്ക് ഒരൊറ്റ ജമ്പ്. അങ്ങനെ ജമ്പ് ചെയ്ത നീലിനെ പ്രിൻസ്മാൻ പഠിപ്പിച്ച ആ അൺബിലീവബിൾ സ്പിയർ സ്ട്രൈക്ക് ഒന്ന് മനസ്സിൽ കണക്കൂട്ടി അതിന്റെ ഫസ്റ്റ് സ്ട്രൈക്കിങ് നടത്തുകയാണ്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ സ്പിയർ കൊണ്ട് നീല് അന്തരീക്ഷത്തിൽ ആ മാജിക്കൽ ആക്ടിവിറ്റി കാഴ്ചവെച്ചതും ആ ബ്രോഡ് സോഡുമായി മുന്നോട്ട് കുതിച്ച് ആഞ്ഞ് നീലിനെ വെട്ടിയ ഫിൻ അലക്സ് അക്ഷരാർത്ഥത്തിൽ ആ സ്പിയറുകളുടെ മാജിക്കൽ വലയത്തിൽ പെട്ടതുപോലെയായി. ഏതാണ് യഥാർത്ഥ സ്പിയർ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ 100 കണക്കിന് സ്പിയറുകൾ ഇപ്പോ ആ ബ്രോഡ് സോഡിനെയും അതുപോലെ ഫിൻ അലക്സിനെയും ലക്ഷ്യമിടുകയാണ്.
കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കും. എല്ലാ സ്ഫിയറുകൾക്കൊപ്പവും സാക്ഷാൽ നീൽഗിരി ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു മാജിക്കൽ ഷോയാണ് അവിടെ നീല് ഫിൻ അലക്സിന് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അനവധി നീൽഗിരികൾ ഒരേപോലെ നൂറുകണക്കിന് സ്ഫിയറുകളുമായി ഫിൻ അലക്സിനെ ആക്രമിച്ചതും ഫിൻ അലക്സ് ഒന്ന് പാതറി. ആ നിമിഷത്തിൽ നീലിന്റെ ഒരു സ്പിയർ ഫിൻ അലക്സിന്റെ നെഞ്ചിലൂടെ അങ്ങ് കടക്കുകയും ചെയ്തു. ലിൻ ക്ലിൻസ്മാൻ നീലിനെ പഠിപ്പിച്ച ആ സ്പിയർ ടെക്നിക്കുകളിൽ ഒന്നാമത്തെ സ്ലാഷ് അത് തന്നെ ധാരാളം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നീലിന്റെ അതിശക്തമായ ആ ആക്രമണത്തിൽ ആ കുന്തം ഫിൻ അലക്സിന്റെ നെഞ്ചിലൂടെ കടന്ന് പാതയിൽ വന്ന് ഇടിച്ചു നിൽക്കുമ്പോൾ ആ കുന്തത്തിൽ കൊരുത്തു കിടക്കുകയാണ് ഫിൻ അലക്സ്. അയാൾക്ക് അപ്പോഴും ജീവനുണ്ട്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കും പോലെ ഇത് അയാളെ ആ പാറയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അയാളെ ഈ ഹോളി ലിസ്റ്റിലെ 880 റാങ്കുകാരനാണ്. 1000 റാങ്കുകാരനാണ് സിദുഫെങ്. 880 റാങ്കുകാരൻ ശരിക്കും സങ്കല്പിക്കാനാവാത്ത വിധം ശക്തനാണ്. ആ 880 റാങ്കുകാരനെ ഇത് ഇറച്ചി കുരുക്കും പോലെ കുരുത്ത് നീല് പാറയിൽ തളച്ചിട്ടിരിക്കുകയാണ്. നീൽഗിരി നടന്ന് ഫിൻ അലക്സിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയത്ത് ഫിൻ അലക്സ് അലർന്നുണ്ട്. ഏയ് നീൽ, നീ ആരെയാ തൊട്ടെന്നറിയാവോ? ശാപം പോകുന്നതിന് മുമ്പുള്ള ആ ഗർജനം ശരിക്കും ഉജ്ജ്വലമായിട്ടുണ്ട്. പക്ഷെ നീല് അയാളുടെ അടുത്തെത്തിയിട്ട് വലത് കൈ ഉയർത്തി ഒരൊറ്റയാടി ആ കുന്തത്തിൽ തറച്ചു കിടക്കുന്ന അയാളുടെ കവളിൽ ആഞ്ഞടിച്ചിട്ട് നീൽ അയാളോട് പറഞ്ഞു, ലോ എൻഫോഴ്സ്മെന്റുകാർ ശരിക്കും ശരിയുടെ ഭാഗത്ത് നിൽക്കേണ്ടവരാണ്. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം നീ ജീവിച്ചത് കൊണ്ടാണ് നിന്നെ എനിക്ക് ഇതുപോലെ തല്ലേണ്ടി വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നീല് ഇടത് കൈ കൊണ്ട് ഒരു അടി കൊടുത്തു. ശരിക്കും ആ കുന്തത്തിൽ കൊരുത്തിട്ടിരിക്കുന്ന അയാളുടെ ഇരു കവളിലും നീല് 2 കൈകൾ കൊണ്ടും മാറി മാറി ഏതാനും തവണ അടിച്ചു കഴിഞ്ഞതും ആ കുന്തം നീലിങ്ങ് വലിച്ചൂരി ഒരൊറ്റ കറക്ക്. ആ കുന്തം വലിച്ചൂരി കറക്കുന്നതിനിടയിൽ ഫിൻ അലക്സ് കഷ്ണങ്ങളായി ചിതറി താഴെ വീഴുകയും ചെയ്തു. ഒരു ഷോ അവിടെ അവസാനിക്കുകയാണ്. ഫിൻ അലക്സ് കഷ്ണങ്ങളായി ചിതറി വീണതും നീല് ആ കുന്തം ഒന്ന് കുടഞ്ഞു. അതിൽ ഒരുപാട് രക്തം പറ്റിയിരിപ്പുണ്ട്. കുടഞ്ഞിട്ടും രക്തം പോകുന്നില്ലെന്ന് കണ്ടതും നീല് സംസാര ഗ്രേവ് യാർഡിനകത്തുനിന്ന് കുറച്ച് ടിഷ്യൂ പേപ്പർ പുറത്തെടുത്ത് ആ കുന്തം നന്നായി തുടയ്ക്കുകയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുന്തത്തിലെ രക്തം തുടയ്ക്കുകയാണ്. ആ കാഴ്ച കാണുന്ന ആർക്കും അത് മാത്രമേ തോന്നൂ. വളരെ ഭംഗിയായി ആ രക്തം മുഴുവൻ തുടച്ചു കളഞ്ഞതും നീല് ആ കുന്തം സംസാര ഗ്രേവ് യാർഡിനകത്തേക്ക് പിൻവലിച്ചു. നീല് കൈ അനക്കിയതും ആ കുന്തം അപ്രത്യക്ഷമാവുകയായിരുന്നു. അത് എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. നീലിന്റെ കയ്യിൽ ഒരു സ്റ്റോറേജ് റിംഗ് ഉണ്ട്. ആ റിങ്ങിനകത്തേക്കാണ് ആ കുന്തം പോയതെന്ന് സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഊഹിക്കാൻ പറ്റും. അവരുടെയൊക്കെ കയ്യിൽ ഇതുപോലെ റിങ്ങുകളുണ്ട്. നീല് ആ പാറയുടെ അടുത്തുനിന്ന് മുന്നോട്ട് നടക്കുകയാണ്. മോർണിംഗിന്റെ നേരെയാണ് നീല് നടന്നു വരുന്നത്. മോർണിംഗിന്റെ മുഖത്ത് ഇപ്പോ ശരിക്കും ഒരു ആശ്വാസമുണ്ട്. അവളുടെ മുഖത്തൊരു പുഞ്ചിരിയുമുണ്ട്. തന്നെ അക്ഷരാർത്ഥത്തിൽ നീൽഗിരി രക്ഷിച്ചിരിക്കുകയാണ്. തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഇതാ നീല് അടുത്തേക്ക് വരികയാണ്. ഒരുപാട് സുന്ദരന്മാരെ കണ്ടിട്ടുള്ള ആളാണ് മോർണിംഗ്. പക്ഷെ ആ സുന്ദരന്മാരെയൊക്കെ ഒരു പടിക്ക് അപ്പുറത്ത് നിർത്തുന്ന സ്വഭാവമാണ് മോർണിംഗിനുള്ളത്. അതുകൊണ്ട് തന്നെ നീൽഗിരി അവളുടെ നേരെ നടന്നു വരുമ്പോൾ അവളുടെ ഹൃദയം ഒന്ന് മിടിച്ചുടങ്ങി. ആദ്യമായിട്ടാണ് അവൾ ഒരു പുരുഷനെ ഈ ശൈലിയിൽ നോക്കുന്നത്. അവളങ്ങനെ നീലിനെ നോക്കി നിൽക്കുമ്പോൾ നീല് അവളുടെ അടുത്ത് വന്ന് അവളെ ആശ്വസിപ്പിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് നീൽഗിരി അവളുടെ അടുത്തുകൂടി മുന്നോട്ട് നടന്നു പോവുകയാണ്. മുന്നോട്ട് പോയി നീല് എത്തിയത് സാക്ഷാൽ ലിങ്ഡന്റെ അടുത്താണ്. ലിങ്ഡന്റെ അടുത്തെത്തിയ നീല് ലിങ്ഡനെ എടുത്തുയർത്തി ലിങ്ഡന്റെ വായിലേക്ക് ഒരു ഗുളിക വെച്ചു കൊടുത്തു. ആ ഗുളിക ഉള്ളിലേക്ക് ചെന്നപ്പോൾ ലിങ്ഡന്റെ ഉള്ളിലെ പരിക്കുകൾ അതിവേഗം ഭേദമാവുകയാണ്. അവിടെ വേറെ 2 പേര് കൂടി യഥാർത്ഥത്തിൽ ബാലൻസ് ഉണ്ട്. ഓളിറ്റിയാനും മോർണിംഗും. അവര് 2 പേരും അവിടെ ഉള്ളതായി ഒരു പരിഗണന പോലും നീല് നൽകുന്നില്ല. നീല് ലിങ്ഡനെ പിടിച്ചെണിപ്പിച്ച് ലിങ്ഡനോട് സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഹാൾമാസ്റ്റർ? കുഴപ്പമില്ല, ഹാൾമാസ്റ്റർക്ക് ഒന്നും പറ്റില്ലല്ലോ. ഹേയ് ലിങ്ഡൻ, എനിക്കെന്ത് പറ്റാനാ? അങ്ങനെ ലിങ്ഡനെ പിടിച്ചെണീപ്പിച്ച് ലിങ്ഡന്റെ കൈയും കാലൊക്കെ കുടയിപ്പിച്ച് ലിങ്ഡനോട് നീൽ അങ്ങനെ സംസാരിക്കുമ്പോൾ മോർണിംഗ് അവളുടെ അടുത്തേക്ക് വന്നു. ഏയ് നീൽഗിരി, ഞാനിവിടെ നിൽക്കുന്നത് എന്താ കാണാത്തത്? അത് കേട്ടപ്പോൾ നീൽ തിരിഞ്ഞ് മോർണിംഗിനെ നോക്കി മോർണിംഗിനോട് പറഞ്ഞു, ഞാനേ മോർണിംഗിനെ കാണാത്തതല്ല, കൂടുതൽ പരിക്കുള്ളത് ലിങ്ഡൻ ആയതുകൊണ്ട് ഞാൻ ലിങ്ഡനെ ഒന്ന് പരിഗണിച്ചതാണ്. അങ്ങനെ പറഞ്ഞിട്ട് മോർണിംഗിന്റെ അടുത്തുനിന്ന് നീല് നേരെ പോയത് ആ ഓൾഡ് ടിയാന്റെ അടുത്തേക്കാണ്. ഓൾഡ് ടിയാനെയും നീല് പിടിച്ചെടിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് പതുക്കെ റെഡിയാക്കി. ഓൾഡ് ടിയാന്റെ നാക്ക് ഏതാണ്ട് നിശ്ചലമായി പോയിരിക്കുന്നു എന്ന് പറയാം. അയാൾ ഒരിക്കലും നീലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രകടനം പ്രതീക്ഷിച്ചിരുന്നില്ല. ഹോളി ലിസ്റ്റിലെ 1000 റാങ്കുകാരനായും
882 റാങ്കുകാരനെയും ആ റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാൻ തയ്യാറായി നിന്ന ഡാവുവാൻ ലെവലിലെ ഒത്തിരിയേറെ യോദ്ധാക്കളെയും നീല് നിഷ്കരണം കൊന്നൊടുക്കുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് ഓഡിറ്റ് ചെയ്യാൻ കണ്ടത്. ആ ഞെട്ടിൽ നിന്ന് അയാൾ ഇതുവരെയും മോചിതനായിട്ടില്ല. ഓഡിറ്റ് ചെയ്യാനെ ഒന്ന് എണീപ്പിച്ച് ഒന്ന് റെഡിയാക്കി നീല് ഓഡിറ്റ് ചെയ്യാനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ മിസ്റ്റർ ഗ്രീൻ? ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞതും നീല് ഓഡിറ്റ് ചെയ്യാനോട് പറഞ്ഞു, ഇവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ 4 പേരിൽ ഒതുങ്ങി നിൽക്കണം, പുറത്ത് ആളുകൾ അധികം ഇത് അറിയണ്ട. നീൽ അങ്ങനെ പറയുമ്പോൾ നീല് പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും ഓഡിറ്റ് ചെയ്യാനും മനസ്സിലായി. നീല് തന്റെ ശക്തി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ആവശ്യം വന്നപ്പോൾ മാത്രം അവിടെ എടുത്ത് ഉപയോഗിച്ചതാണ്. ആ കാര്യം ഓഡിറ്റ് ചെയ്യാന്റെ മനസ്സിലേക്ക് പതിയുമ്പോൾ നീല് നടന്ന് മോർണിംഗിന്റെ അടുത്തെത്തി. മോർണിംഗിനോടായി നീൽ ചോദിച്ചു, ഇപ്പോ വേറെ അസ്വസ്ഥൊന്നുമില്ലല്ലോ? ഇല്ല, താങ്ക് യു നീൽ. ഓക്കെ മോർണിംഗ്, നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞ നീല് ലിങ്ടനോട് പറഞ്ഞു, ലിങ്ടൺ, ടിയാന് തീരെ വയ്യ, അദ്ദേഹത്തെ ആ കുതിരവണ്ടി കൊണ്ടുപോവാ. അത് കേട്ടതും ലിങ്ടൺ നടന്നു എന്ന് ഓഡിറ്റ് ചെയ്യാനെ പതുക്കെ ഷോൾഡറിലെടുത്ത് അവിടെ നേരെ ആ കുതിരവണ്ടിയുടെ അടുത്തെത്തി. ലിങ്ടനും ടീമും വന്ന കുതിരവണ്ടിയിലേക്ക് ഓഡിറ്റ് ചെയ്യാനെ കയറ്റിയ ലിങ്ടൺ ആ കുതിര പതുക്കെ ഓടിച്ചു തുടങ്ങി. ഈ സമയത്ത് നീൽഗിരി നേരത്തെ വന്ന ആ കുതിരവണ്ടിക്കകത്ത് കയറി കഴിഞ്ഞു. മോർണിംഗ് ഇപ്പൊ പുറത്ത് നിൽക്കുകയാണ്. അവളുടെ വണ്ടി ഓടിച്ചിരുന്ന ആള് കൊല്ലപ്പെട്ടു. ആ കുതിര മൂവ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാള് ആ കുതിരവണ്ടി എടുക്കണം. അകത്ത് സാക്ഷാൽ നീൽഗിരിയ ഇരിക്കുന്നത്. അത് നീൽഗിരിയാണോ സിന്നർഗിരിയാണോ എന്നിപ്പോ മോർണിംഗിനൊരു സംശയമുണ്ട്. അതിന്റെ കാരണം കഴിഞ്ഞ ഏതാനും മിനിറ്റുകളിൽ അവൾ കണ്ട ആ കാഴ്ചകളാണ്. അവിടെ ആ യോദ്ധാക്കളെ അവസാനിപ്പിക്കാനായി നീല് നടത്തിയ ആ യുദ്ധത്തിനിടയിൽ നീലിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇമോർട്ടൽ ഫ്ലെയിംസ് അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതുപോലെ തന്നെയാണ് ലൈറ്റ്നിങ്. പിന്നെ ആ ഇടം കൈ കൊണ്ടുള്ള ഡ്രാഗൺ സ്ലിംഗ് സോഡിന്റെ പ്രഹരം. അത് മൂന്നും സംഭവിക്കുന്ന സമയത്ത് ശരിക്കും ഡ്രാഗന്റെ അലർച്ചയും അവൾ കേട്ടിരുന്നു. ഡ്രാഗനെ നേരിട്ട് കണ്ടില്ല എന്ന് മാത്രം. ഡ്രാഗന്റെ അലർച്ചയും ഡ്രാഗൺ സ്ലിംഗ് സോഡും ഇമോർട്ടൽ ഫ്ലെയിംസും അതുപോലെ ലൈറ്റ്നിങ്ങും അഡീഷണൽ ആയിട്ടുള്ളത് ആ കുന്തമാണ്. ഇതെല്ലാം കാണുമ്പോൾ കേട്ടുകേൾവിയിലൂടെ മാത്രം അറിയുന്ന ആ സിന്നർഗിരിയെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അകത്തിരിക്കുന്നത് സിന്നറാണോ നീലാണോ അവൾക്കൊരു തീർച്ചയില്ല. പക്ഷെ ഇപ്പോ കുതിരവണ്ടി ഓടണമെങ്കിൽ ഒരാൾ ഓടിച്ചേ പറ്റൂ. ഒരു നിമിഷം അറച്ചു നിന്ന മോർണിംഗ് പെട്ടെന്ന് ആ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. അവൾ ആ കുതിരവണ്ടി ഓടിച്ചു തുടങ്ങിയാണ്. അവളുടെ സ്വപ്നത്തിൽ ഒരിക്കലും അവൾ കരുതിയിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു കാര്യം. അവൾ ഓടിക്കുന്ന കുതിരവണ്ടിക്കകത്ത് ഒരു ചെറുപ്പക്കാരുണ്ട്. ഒരാളെ പുറകിലുള്ള കാരേജിൽ കയറ്റി അവളിങ്ങനെ കുതിരവണ്ടി ഓടിച്ചു പോകുമെന്ന് അവളെങ്ങനെയാ ധരിക്കാൻ? അവൾ സാധാരണ ആ കാരേജിനകത്താണ്, പുറത്തല്ല ഉണ്ടാവുക. ഇവിടെ അവളിതാ കുതിരക്കാരി, അകത്തിതാ യാത്രക്കാരൻ. ഈ രംഗം ആരെങ്കിലും കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോകും. അവരുടെ വാഹനം ഇങ്ങനെ അതിവേഗം കുടുംബം ലക്ഷ്യമാക്കി മൂവ് ചെയ്യാണ്. ലിങ്ടനും ഓഡിറ്റ് ചെയ്യാനും വളരെ സാവധാനമാണ് പോകുന്നത്. ലിങ്ടൺ ഓഡിറ്റ് ചെയ്യാനോട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി? എന്റെ മാസ്റ്ററെ മിക്കവാറും പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഈ ജീനിയസ് എന്നൊക്കെ വിളിക്കുന്ന ജി സിക്ന എൻ്റെ യങ് മാസ്റ്ററുടെ അടുത്ത ആളാണ്. ജി സിക്ന യങ് മാസ്റ്റർ പുറകെ നടക്കുന്ന ആളാണ്. ജി സിക്നയെ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ കുന്നലിൽ ഉണ്ടാവില്ല. സകല ചെറുപ്പക്കാരുടെയും മനസ്സിലെ ആരാധന വിഗ്രഹമാണ് ജി സിക്ന. ആ സിക്ന മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ആരാധിക്കുന്നത് നീൽഗിരിയാണെന്നാണ് നമ്മുടെ ലിങ്ടൺ ടിയാനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ യങ് മോർണിംഗ് നീലിനെ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. നേരത്തെ ആരെങ്കിലും ഓഡിറ്റ് ചെയ്യാൻ ഉറപ്പായും ലിങ്ടനോട് തട്ടിക്കേറിയനെ. പക്ഷെ ഇപ്പോ അയാൾക്ക് അതിന് പറ്റുന്നില്ല. അയാൾക്ക് കഴിഞ്ഞു പോയ കാഴ്ചകൾ അങ്ങോട്ട് ക്ലാരിറ്റിയോടെ ഓർത്തെടുക്കാൻ തന്നെ വല്ലാതൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു ചെറുപ്പക്കാരൻ അതിശക്തരായ ഒത്തിരിയേറെ ആളുകളെയാണ് അവസാനിപ്പിച്ചത്. അതിനിടയിൽ പല കാഴ്ചകളും അവിടെ ഉണ്ടായി. മിന്നലടിച്ചു, തീയുണ്ടായി, ഡ്രാഗന്റെ അലർച്ച കേട്ടു. പിന്നെ ആ ഡ്രാഗൺ സ്ലിംഗ് സോഡിന്റെ ശക്തമായ സോഡ് പ്രകാശം ഉണ്ടായി. അയാളുടെ മനസ്സിലും ഇപ്പോൾ സിന്നറുണ്ട്. ശരിക്കും ഈ സിന്നറും നീൽഗിരിയും ഒരാളാണോ? ആ ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഓഡിറ്റ് ചെയ്യാൻ്റെ മനസ്സിലുള്ളത്. നീലിരിക്കുന്ന കുതിരവണ്ടി ഓടിക്കുന്ന മോർണിംഗിന്റെ മനസ്സിലും അതേ ചോദ്യമുണ്ട്. ആ രണ്ട് വാഹനങ്ങളും ഇങ്ങനെ മുന്നേറുകയാണ്. ഈ സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ മോർണിംഗിന്റെ സഹോദരൻ അവന്റെ അച്ഛൻ ഇരിക്കുന്ന മുറിയിലേക്ക് പാഞ്ഞു കയറി. അച്ഛൻ വിവരം പറഞ്ഞില്ലേ? ആ, ഞാൻ അറിഞ്ഞു റൂഫൻ, ഞാൻ അതിനു വേണ്ട നടപടി എടുത്തിട്ടുണ്ട്.
അച്ഛൻ ഞാൻ പോവാം. ഈ റൂഫൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേണ്ട നടപടി എടുത്തിട്ടുണ്ട്. റൂഫൻ, നിനക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിന്റെ ജോലി ഇപ്പോ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. മോർണിംഗിനെ സംരക്ഷിക്കാനായി നമ്മളിപ്പോ ഇവിടുന്ന് തിരിച്ചാലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചില കണക്ഷൻസ് ഉപയോഗിച്ച് ആ താഴ്വരയ്ക്ക് അടുത്തുള്ള ആളുകളെ അവിടേക്ക് വിളിച്ചിരിക്കുന്നത്. മോ കുടുംബത്തിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ എങ്കിലും ദൂരെയാണ് ആ താഴ്വര. മോ കുടുംബത്തിൽ നിന്ന് എങ്ങനെ അവര് യാത്ര തിരിച്ചാലും അവിടെ എത്താൻ അല്പം സമയം പിടിക്കും. അതിനിടയിൽ മോർണിംഗിനെ അംബുഷ് ചെയ്യുന്ന ടീമിന് അവൾ അവസാനിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവൾ ആരാണ് അറ്റാക്ക് ചെയ്തെന്നുള്ള കാര്യമൊന്നും ഇപ്പോ ഇവിടെ മോ കുടുംബത്തിലെ ആർക്കും അറിയില്ല. മോ കുടുംബത്തിൽ മോർണിംഗിനെ അക്കമ്പനി ചെയ്യുന്ന ആളുകളുടെ പേരെഴുതിയ ചില ടോക്കണുകൾ അവിടെ ഒരു ഹാളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ടോക്കണുകളിൽ പലതും തകർന്നു വീണപ്പോൾ അവിടെ ആ ടോക്കണുകളുടെ സൂക്ഷിപ്പുകാരൻ ആ കാര്യം ഓടി വന്ന് മോർണിംഗിന്റെ പിതാവിനോട് പറഞ്ഞപ്പോഴാണ് അയാൾ സംഭവം അറിയുന്നത്. അയാൾ ഉടൻ തന്നെ മോർണിംഗ് ഉള്ള സ്ഥലം ഏകദേശം കണക്കുകൂട്ടിക്കൊണ്ട് അവിടേക്ക് ആളുകളെ അയച്ചിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ റൂഫൻ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ശരിക്കും മോർണിംഗിന്റെ പിതാവ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർ രണ്ടുപേരും ആ കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ആരായിരിക്കാം മോ കുടുംബത്തിലെ മോർണിംഗിനെ ആക്രമിക്കാൻ തയ്യാറായത്? സി സിറ്റിയിൽ നിന്ന് മോർണിംഗിന്റെ കുടുംബത്തിലേക്കുള്ള ആ യാത്രയിൽ ഇതുപോലെ അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതറിയാവുന്ന ആരോ വളരെ കാൽക്കുലേറ്റ് നടത്തിയ ഒരു അംബുഷ നടന്നിരിക്കുന്നത്. പതിയിരുന്നുള്ള ആ ആക്രമണത്തിലൂടെ മോർണിംഗിനെ അവസാനിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചതെന്ന് അറിയണം. ആ ആളുകളെ കുടുംബത്തെ കണ്ടെത്തിയാൽ അവർ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. അക്കാര്യം ആ അച്ഛനും മോനും കൂടി ഏതാണ്ട് പറഞ്ഞ് ഉറപ്പിക്കുമ്പോഴേക്കും പുറത്തുനിന്ന് ഒരു യോദ്ധാവ് ഓടി അകത്തേക്ക് വന്നു. മാസ്റ്റർ, യങ് മിസ് എന്ന് അയാൾ പറഞ്ഞതും സാക്ഷാൽ റൂഫൻ പുറത്തേക്ക് ഓടി. അയാൾ പുറത്തേക്ക് ഓടിയെത്തിയത് ആ വാർത്ത വിളിച്ചു പറഞ്ഞ ആളുടെ അടുത്തേക്ക് തന്നെയാണ്. അവിടെ എത്തിയത് റൂഫൻ അവനെ അടുത്തങ്ങ് ഉയർത്തി. മോക്ക് എന്താ പറ്റിയ? മോനിങ്ങനെ എന്താ പറ്റിയ? നീങ്ങനെ എന്താ പറ്റിയ? യങ് മാസ്റ്റർ, യങ് മിസ്സിന് ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ യങ് മിസ് വരുന്നു എന്നാ പറഞ്ഞത്. യങ് മിസ് അവിടേക്ക് വരുന്നുണ്ട് എന്ന് അവൻ വിളിച്ചു പറഞ്ഞത് മുകളിലത്തെ ഗോപുരത്തിൽ നിന്ന് ആ കാഴ്ച കണ്ടതിന് ശേഷമാണ്. അങ്ങ് ദൂരെ നിന്ന് ആ കുതിരവണ്ടി വരുന്നത് അവന് കാണാം. പക്ഷെ ആ കുതിരവണ്ടി കണ്ടപ്പോൾ അവന്റെ കയ്യിലുള്ള ആ ബൈനോക്കുലർ പോലുള്ള സാധനത്തിലൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാഴ്ച കൂടി കണ്ടിരുന്നു. അത് കണ്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ താഴേക്ക് ഇറങ്ങി ഓടി വന്ന് ആ കാര്യം അവിടെ റിപ്പോർട്ട് ചെയ്തത്. അവന് പക്ഷേ അത് പറയാനൊരു മടി. റൂഫൻ അവനോട് ചോദിച്ചു, നിങ്ങൾ എത്താറായോ? യങ് മാസ്റ്റർ ഇതാ ഗേറ്റിനടുത്തെത്തി. അത് കേട്ടതും റൂഫൻ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഓടി എത്തുമ്പോൾ അവൻ ആ കാഴ്ച കാണുകയാണ്. അവരുടെ ആ അതിമനോഹരമായ കുതിരവണ്ടി ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് എങ്ങനെ വരികയാണ്. ആ കുതിരവണ്ടി അടുത്തേക്ക് വരുമ്പോഴാണ് റൂഫൻ ശരിക്കും ആ കാഴ്ച വ്യക്തമായും കാണുന്നത്. ആ കുതിരവണ്ടി ഓടിക്കുന്നത് അവൻ്റെ സഹോദരിയാണ് മോർണിംഗ്. ആ കുതിരവണ്ടിയുടെ പുറകിൽ ഒരു കാരേജ് ഉണ്ട്. അവളെ കൊണ്ട് കുതിരവണ്ടി ഓടിപ്പിക്കുകയാണ് അകത്തിരിക്കുന്ന ആൾ. അതാരാണെങ്കിലും ചെയ്തത് കടന്ന കൈയാണ്. അങ്ങനെ ഒരു തോന്നൽ റൂഫകിനുണ്ടായിരുന്നു. റൂഫൻ ഒരൊറ്റ കുതിപ്പ്. ശരിക്കും അതിശക്തനാണ് റൂഫൻ എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. വണ്ടി നിർത്തിയ മോർണിംഗിന് റൂഫങ്ങിനോട് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മോർണിംഗിനെ മറികടന്ന് റൂഫൻ പുറകിലുള്ള ആ കാരേജിന്റെ അടുത്തെത്തിയതും കൈ നിവർത്തി ഒരു അച്ചായി ഇടി. ആ വാഹനത്തിൽ ഏത് ഭാഗത്താണ് ആളിരിക്കുന്നതെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് അവിടേക്ക് അയാൾ ആഞ്ഞിടിച്ചത്. ആ ഇടി അവിടേക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ ആ കാരേജിനകത്തുനിന്ന് അതുപോലൊരു കൈ പുറത്തേക്ക് വന്നു. കാരേജിനകത്തുള്ള കൈ റൂഫങ്ങിന്റെ കൈയുമായി കൂട്ടിമുട്ടിയതും റൂഫങ് പുറകോട്ട് തെറിച്ചു. അക്ഷരാർത്ഥത്തിൽ 7 സ്റ്റെപ്പ് ദൂരേക്ക് റൂഫങ് തെറിച്ച് വീഴുകയായിരുന്നു. ആ കാഴ്ച കണ്ട മോർണിംഗിന്റെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നു വരികയാണ്. അവിടെ വായും വലത് പൊളിഞ്ഞിരിക്കുകയാണ്. റൂഫങ്ങിനെ ഒരാൾ ഇടിച്ചു തെറിപ്പിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് വ്യക്തം. റൂഫങ് ഒരു ബോഡി ബിൽഡറാണ്, അതിശക്തനാണ്. അതിശക്തനായ ആ റൂഫങ് പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിയേഷൻ ബോഡി ബിൽഡിംഗ് ടെക്നിക്കാണ്. ആ ക്രിയേഷൻ ബോഡി ബിൽഡിംഗ് ടെക്നിക്ക് ഈ മോ കുടുംബത്തിന്റെ സ്വന്തം ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഉപയോഗിക്കുന്ന റൂഫങ്ങിനെ പരാജയപ്പെടുത്താൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആ കാരേജിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന കൈ ഒറ്റ ഇടിക്കാണ് റൂഫങ്ങിനെ ഒത്തിരി ദൂരേക്ക് തെറിപ്പിച്ചത്. ശബ്ദം അനവധി ആളുകൾ കേട്ടു. ഒരുപാട് ആളുകൾ അവിടേക്ക് ഓടിയെത്തുകയാണ്. അകത്തുനിന്ന് റൂഫങ്ങിന്റെ പിതാവും ഓടി വരികയാണ്. അയാള് അങ്ങ് ദൂരെ നിന്ന് ആ കാഴ്ച കണ്ടു. തന്റെ മകൻ ഒരു ശബ്ദത്തോടെ തെറിച്ച് വീഴുന്ന കാഴ്ച.
തന്റെ മകനെ ഇടിച്ചു തെറിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളത് ആര്? ആ ഒരു ചോദ്യം ആ പിതാവിന്റെ മനസ്സിലുണ്ട്. മോ കുടുംബത്തിന്റെ ആ ഫാമിലി ഹെഡ് വിഹാൻ വല്ലാത്തൊരു അന്താളിപ്പോടെ തെറിച്ചു വീണ മകനെ നോക്കിയിട്ട് നേരെ നോക്കിയത് ആ കുതിരവണ്ടിയിലേക്കാണ്. ഈ സമയത്താണ് റൂഫങ് ചാടി എണീറ്റ് പിന്നെയും മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിച്ച റൂഫങ് ഏതാനും സ്റ്റെപ്പുകൾ കൊണ്ട് വീണ്ടും ആ കുതിരവണ്ടിക്ക് അടുത്തെത്തി കൈ ഉയർത്തൊരു അറ്റയാടി. ആ കുതിരവണ്ടിയുടെ കാരേജ് ആ നിമിഷത്ത് തരിപ്പണമായി. അത് തരിപ്പണമാകുമ്പോൾ ആളുകൾക്ക് ഒരു കാഴ്ച കാണാം. ആ കുതിരവണ്ടിയുടെ അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ നോക്കി റൂഫങ് അലറുകയാണ്. ഇവിടെയും മോ കുടുംബത്തിലെത്തിയിട്ട് എന്റെ പുറത്ത് കൈവയ്ക്കുന്നു. അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ കൈകളൊന്ന് കുടഞ്ഞതും ശരിക്കും അവന്റെ ഓറങ്ങ് വർദ്ധിച്ചു. അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു ഓറ അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്. നീൽഗിരി ഈ സെയിന്റ് കിങ് ലെവലിലെ യോദ്ധാവ് മാത്രമാണ്. ബോഡി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നീലിൽ നിന്ന് ഒരുപാട് ദൂരം മുകളിൽ കയറിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് സാക്ഷാൽ റൂഫങ് എന്ന് വ്യക്തമാകുന്ന ശൈലിയിൽ അയാൾ ഓറ റിലീസ് ചെയ്തത് മാത്രമല്ല, അയാൾ ശരിക്കും നീലെ അറ്റാക്കിനെ റെഡിയാവുകയാണ്. മോർണിംഗിന് കാര്യങ്ങൾ പറയാനുള്ള സമയം കിട്ടും മുമ്പ് റൂഫങ് പിന്നെയും മുന്നോട്ട് കുതിക്കുന്ന ആ റൂഫങ് യഥാർത്ഥത്തിൽ 8th ലെവലിലെ ഒറിജിൻ കിങ് ലെവലുകാരനാണ്. അതിശക്തനാണ്. ഡാവോ യുവാൻ ലെവലിലെ യോദ്ധാക്കളെ വരെ കീഴ്പ്പെടുത്താനുള്ള പവർ അയാൾക്ക് ഉണ്ട്. അയാള് മുന്നോട്ട് കുതിക്കുമ്പോൾ തറ ശരിക്കും കുലുങ്ങിയാണ്. മുന്നോട്ട് കുതിച്ച് തന്നെ ആക്രമിക്കാനായി വരുന്ന ആ ആളുടെ ശക്തി കൃത്യമായും നീലിന് മനസ്സിലാവുന്നുണ്ട്. നീല് ഇപ്പോ ആ സ്പിയറോ അനുബന്ധ സംവിധാനങ്ങളോ എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ പിടിച്ചു നീക്കാൻ പാടാണ്. പക്ഷേ ഈ മോ കുടുംബത്തിൽ അത് വേണോ വേണ്ടയോ എന്ന് നീലൊരു സംശയം. ആ സമയത്ത് നീലൊരു ശബ്ദം കേട്ടു. സംസാര ഗ്രേവി യാർഡിനകത്തുനിന്ന് മോർണിംഗ് ആണ് നീലോട് സംസാരിച്ചത്. ടു മാസ്റ്റർ ക്രിയേഷൻ ബോഡി റിഫൈനിങ് ടെക്നിക്ക് ആ റൂഫങ് ഉപയോഗിക്കുന്നത് അത് ഞാനായിട്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു ടെക്നിക്കാണ്. ഞാൻ ഈ സംസാര ഗ്രേവി യാർഡിനകത്ത് ഇത്രയും കാലം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ടെക്നിക്കിനെ ഒന്നുകൂടി കണിശമായി പഠിച്ചായിരുന്നു. അപ്പോഴാണ് ഒരു പാളിച്ച ഞാൻ കണ്ടത്. ആ പാളിച്ച റൂഫങ്ങിന്റെ ആ ടെക്നിക്കിനകത്തുണ്ട്. ടു മാസ്റ്റർ അതൊന്ന് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മോർണിംഗ് ചില കാര്യങ്ങൾ നീലിനോട് പറഞ്ഞു. ഈ സമയത്ത് മുന്നോട്ട് കുതിക്കുന്ന റൂഫങ് നീലിനെ ഒറ്റയിടിക്ക് അവസാനിപ്പിക്കാനുള്ള ദേഷ്യത്തിലാണ്. നീലും മുന്നോട്ട് കുതിക്കുന്ന നീൽഗിരിയും ആയുധമെടുത്തിട്ടില്ല, അതുപോലെ റൂഫങ്ങും ആയുധമെടുത്തിട്ടില്ല. രണ്ടുപേരും അവിടെ കൈകൾ കൊണ്ട് എതിരാളിയെ കീഴടക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ്. മുന്നോട്ട് കുതിച്ച നീല് രണ്ട് കൈയും മുറുക്കി പിടിക്കുന്നതിന് പകരം ഒരു വിരല് മാത്രം മുന്നോട്ടാക്കിക്കൊണ്ട് കുതിച്ചു പായുന്നത്. ആ കാഴ്ച കണ്ടതും റൂഫങ് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഒരു വിരല് കൊണ്ട് അവൻ എന്റെ ഈ പഞ്ച് തടയാൻ പോവുകയാണ്. അങ്ങനെ വിചാരിക്കുന്നതിനിടയിൽ തന്നെ അയാളുടെ കൈ അതിശക്തമായി നീലിന് നേരെ പാഞ്ഞു കഴിഞ്ഞു. നീല് ലൈറ്റിനും വേഗതയിൽ ഒന്നൊഴിഞ്ഞ് ആ ഒരു വിരല് കൊണ്ട് റൂഫങ്ങിന്റെ നെഞ്ചിന്റെ താഴെ ഒന്ന് കുത്തി. ശരിക്കും ഇടത് നെഞ്ചിന്റെ താഴെ നീല് ആ ഒരു വിരല് കൊണ്ട് ഒരു കുത്തിയതും ശരിക്കും പീരങ്കിൽ നിന്ന് ഒരു ഉണ്ട തെറിക്കുന്ന പോലെ സാക്ഷാൽ റൂഫങ് പുറകോട്ട് അങ്ങ് തെറിക്കുകയാണ്. നീലിനെ ശക്തമായി ഇടിച്ച റൂഫങ് അക്ഷരാർത്ഥത്തിൽ ആ സ്പോട്ടിൽ നിന്ന് ഏകദേശം 10-30 അടി പുറകോട്ട് തെറിച്ച് അവിടെയുള്ള പൂച്ചട്ടികളുടെ മുകളിലേക്ക് വന്നു വീണു. ആ ചട്ടികളൊക്കെ തരിപ്പണമാകുമ്പോൾ റൂഫങ്ങിന്റെ കണ്ണിൽ വല്ലാത്തൊരു അമ്പരപ്പ്. റൂഫങ്ങിന്റെ കണ്ണിൽ മാത്രമല്ല, റൂഫങ്ങിന്റെ പിതാവ് മോ വിഹാന്റെ കണ്ണിലും അത്ഭുതമാണ്. ആദ്യം തികച്ച അപ്രതീക്ഷിതമായി ഇടിയേറ്റ് റൂഫങ് തെറിച്ചതാണെങ്കിൽ ഇതല്ല, ഇത് മുഖാമുഖമുള്ള ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിൽ നീല് ഒരു വിരല് കൊണ്ട് സാക്ഷാൽ റൂഫങ്ങിനെ തെറിപ്പിച്ചിരിക്കുകയാണ്. റൂഫങ് തെറിച്ചു വീണ സ്ഥലത്തുനിന്ന് എണീക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ വിഹാൻ അവിടേക്ക് കയറി വന്ന് അവിടെ രണ്ടുപേരുടെയും ഇടയിലങ്ങുന്നു. ശബ്ദം അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും മോർണിംഗ് ഓടി പിതാവിന്റെ അടുത്തെത്തി. അച്ഛാ, അത് നീൽഗിരിയാണ്. നീൽഗിരിയ എന്നെ രക്ഷിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ മോർണിംഗ് പറയുമ്പോൾ ശരിക്കും റൂഫങ് ഞെട്ടി. അവന് അബദ്ധം പറ്റിയിരിക്കുകയാണെന്ന് അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. ആ സമയത്താണ് ലിങ്ഡനൊപ്പമുള്ള സാക്ഷാൽ ഓൾഡ് ടിയാനും അങ്ങോട്ട് വരുന്നത്. മോ കുടുംബത്തിന്റെ ആ മാസ്റ്റർ പറഞ്ഞു, മാസ്റ്റർ, മിസ്റ്റർ ഗ്രീയാണ് ഞങ്ങളെ രക്ഷിച്ചത്, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൊല്ലപ്പെട്ടനെ. ആരാ നിങ്ങളെ അറ്റാക്ക് ചെയ്തത്? അങ്ങനെ റൂഫങ് ചോദിച്ചതും മോർണിംഗ് അവളുടെ സഹോദരനോട് പറഞ്ഞു, ചേട്ടാ, ആ സീതു കുടുംബത്തിലെ സീതു ഫെങ്ങും പിന്നെ ലാ എൻഫോഴ്സ്മെന്റിലെ ആ ഫിൻ അലക്സുമാ അവരുടെ ടീമുമായി ഞങ്ങളെ എതിരിട്ടത്. ഫിൻ അലക്സും സീതു ഫെങ്ങോ രണ്ടുപേർക്കും ഇതിനുള്ള ധൈര്യം ഉണ്ടായോ? അച്ഛാ, ഇപ്പൊ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കണം. അങ്ങനെ റൂഫങ് പറയുമ്പോൾ മോർണിംഗ് റൂഫങ്ങിനോട് പറഞ്ഞു, ചേട്ടാ, അത് വേണ്ട, അവർ രണ്ടുപേരും ഇപ്പൊ ഇല്ല. രണ്ടുപേരും ഇല്ലെന്നോ? നീ എന്താ പറഞ്ഞ? ചേട്ടാ, അവർ രണ്ടുപേരും നീൽഗിരി വധിച്ചായിരുന്നു. മോർണിംഗ് വളരെ ചെറിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ
അക്ഷരാർത്ഥത്തിൽ ഇടിവെട്ടിച്ചിരിക്കുന്നു എന്ന് പറയാം. ഹോളി ലിസ്റ്റിലെ അതിശക്തരായ 2 യോദ്ധാക്കളാണ് സീതു ഫെങ്ങും അതേപോലെ സാക്ഷാൽ ഫിൻ അലക്സും. 882 റാങ്കുകാരനായ ഫിൻ അലക്സ് ഇത് കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊന്നിരിക്കുന്നതോ ഒരു സെയിന്റ് കിങ് ലെവലിലെ യോദ്ധാവും. വിശ്വസിക്കാനാവുന്നില്ല. അമ്പരപ്പോടെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ മോ കുടുംബത്തിന്റെ ആ ഫാമിലി ഹെഡ് വിഹാൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ പ്ലീസ് കം. അങ്ങനെ അദ്ദേഹം അവരെ അകത്തേക്ക് വിളിച്ചു. അകത്ത് എത്തിയപ്പോൾ വിശാലമായ ഒരു ടേബിളിലേക്കാണ് നീലിനെ അവർ കൊണ്ടുവന്നത്. നീലും ലിങ്ഡനും മോർണിംഗും റൂഫങ്ങും വിഹാനുമാണ് ആ ടേബിളിന് ചുറ്റുമുള്ളത്. പരിചാരകർ അവർക്ക് ആവശ്യമായ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ മോ വിഹാൻ നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ താങ്കള് എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. അതിന് പകരമായി ഞാൻ എന്താണ് നൽകേണ്ടത്? അത് കേട്ടതും മോർണിംഗ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ മിസ്റ്റർ ഗ്രീ ഇവിടേക്ക് വന്നത് തന്നെ അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനാണ്. അത് കേട്ടപ്പോ മോ വിഹാന്റെ ഉള്ള് ഒന്ന് കിടുങ്ങി. നീൽഗിരി ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും അയാൾ കൊടുക്കും. പക്ഷെ ആ ചോദ്യം ഒരിക്കലും മോർണിംഗ് ആവരുത്. മോർണിംഗിനെ വേണമെന്നെങ്ങനെ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. മോർണിംഗിനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അയാൾ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ എന്താ വേണ്ടത് ചോദിക്കൂ. ചോദ്യം എന്റെ പരിധിക്കുള്ളിലാണെങ്കിൽ ഉറപ്പായും ഞാനത് നടപ്പിലാക്കി തരും. അത് കേട്ടതും നീല് പറഞ്ഞു, ഹേയ് എനിക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഹാൻ കുടുംബവുമായി അടുപ്പത്തിലല്ലേ? അതെ, എനിക്ക് മിസ്റ്റർ ഹാൻ ജോബ്സിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. നീൽഗിരി അത് പറഞ്ഞതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന റൂഫങ്ങും വിഹാനും അവർ പോലും അറിയാതെ ആ മേശന്ന് കൈയെടുത്ത് പോവുകയാണ്. ആ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അനങ്ങി നിശ്ചലമായി. ഈ ഭൂമിയിൽ വേറെ എന്ത് ചോദിച്ചാലും തനിക്ക് നീൽഗിരിക്ക് വേണ്ടി സാധിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അവൻ ചോദിക്കുന്നത് ഹാൻ ജോബ്സിനെ കാണണമെന്നാണ്. വിഹാൻ ചാടി എണീറ്റു. മിസ്റ്റർ ഗ്രീ നിങ്ങൾ വേറെ എന്ത് ചോദിച്ചാലും ഞാൻ അത് നടപ്പിലാക്കി തന്നെ, പക്ഷെ ഇത് നടക്കില്ല. ആ ചോദ്യം കേട്ടതും നീലും കസരിന്ന് എണീറ്റു. നീലിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ടീ കപ്പ് ഉണ്ട്. ടീ കപ്പുമായി നീല് ആ കസരിന്ന് എണീറ്റ് സൈഡിൽ കാണുന്ന ചുവരിന് നേരെ നടന്നു. അവിടെ ഒരു ഛായാചിത്രമുണ്ട്. ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് നീല് തിരിഞ്ഞ് വിഹാനോട് പറഞ്ഞു, മിസ്റ്റർ മോ വിഹാൻ ഞാൻ ഈ കാര്യം ചോദിക്കുമ്പോൾ എന്റെ പശ്ചാത്തലം താങ്കൾ അറിയേണ്ടതായിരുന്നു. ഓരോ 50 കൊല്ലം കഴിയുമ്പോഴും ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കും. ഇനി 1.5 കൊല്ലം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. നീല് അങ്ങനെ പറഞ്ഞതും വിഹാന്റെ മുഖം വിളറി. അയാള് അമ്പരപ്പോടെ നീലിനെ നോക്കുമ്പോൾ നീല് പറഞ്ഞു, നോക്ക് എനിക്ക് മിസ്റ്റർ ജോബ്സിനെ കണ്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങൾ എന്നെ ഹാൻ കുടുംബത്തിൽ എത്തിച്ചാൽ മാത്രം മതി. ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ നീൽഗിരി പറഞ്ഞതും വിഹാൻ ഉറക്കെ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ ആജ്ഞ കേട്ടതും അവിടെയുള്ള മുഴുവൻ ആളുകളും പുറത്തേക്ക് ഇറങ്ങി. ലിങ്ഡനും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ബാലൻസ് ഉള്ളത് റൂഫങ്ങും അതുപോലെ മോർണിംഗുമാണ്. വിഹാൻ റൂഫങ്ങിനോട് പറഞ്ഞു, ഏയ് റൂഫങ് നീ മോർണിംഗിനെ പുറത്തേക്ക് കൊണ്ടുവയ്ക്കൂ. എനിക്ക് മിസ്റ്റർ ഗ്രീയുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മകനെയും മകളെയും ആ മുറിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞതും വിഹാൻ നീലിന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ഗ്രീ നിങ്ങൾക്ക് ഈ കാര്യം എങ്ങനെ അറിയാം? അതിന് മറുപടിയായി നീല് പറഞ്ഞു, മിസ്റ്റർ വിഹാൻ നിങ്ങൾ മോർണിംഗിനെ സുപ്രീം എംപറർ ആക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവരികയാണെന്നും എനിക്കറിയാം. 1.5 കൊല്ലം കഴിയുമ്പോൾ അവളെ നിങ്ങൾ ശരിക്കും സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ്, അതും എനിക്കറിയാം. അത് മാത്രമല്ല മോർണിംഗ് ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം. അമ്പരപ്പിക്കുന്ന ചില ഡയലോഗുകളാണ് നീലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ മോ വിഹാൻ കേൾക്കുന്നത്. അയാള് അത്ഭുതത്തോടെ നീലോട് ചോദിച്ചു പോവുകയാണ്, മിസ്റ്റർ ഗ്രീ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മിസ്റ്റർ വിഹാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ നേരത്തെ തന്നെ ചില കാര്യങ്ങൾ നോട്ട് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫൈറ്റ് നിങ്ങൾ കണ്ടതാണ്. ആ ഫൈറ്റിൽ ഞാൻ ഉപയോഗിച്ച ടെക്നിക്കുകൾ മോ കുടുംബവുമായി കണക്റ്റഡ് ആണ്. നീല ആ ടെക്നിക്കുകൾ ഉപയോഗിച്ച സമയത്ത് ശരിക്കും അമ്പരപ്പോടെയാണ് യഥാർത്ഥത്തിൽ വിഹാൻ ആ കാഴ്ചയിൽ കണ്ടത്. അയാൾക്ക് ആ ക്രിയേഷൻ ടെക്നിക്കിലെ ആ പാളിച്ച നീല് കണ്ടെത്തിയത് ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എത്രയോ കാലങ്ങളായി എത്രയോ തലമുറകളായി അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് ആ ക്രിയേഷൻ റിഫൈനിങ് ടെക്നിക്ക്. അതിനകത്ത് അങ്ങനെ ഒരു പാളിച്ച ഉണ്ടെന്നും ആ പാളിച്ച ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഉറപ്പായും ക്രിയേഷൻ റിഫൈനിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന ആളെ തകർക്കാൻ പറ്റുമെന്നും നീല് നിഷ്പ്രയാസം അവർക്ക് കാണിച്ചു കൊടുക്കരുത്. അതെങ്ങനെ നീൽ അറിഞ്ഞു? ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായും വിഹാന്റെ ഉള്ളിലുണ്ട്. വിഹാൻ അതൊക്കെ ചോദിക്കുമ്പോൾ നീൽ അയാളോട് പറഞ്ഞു, നോക്ക് നിങ്ങളുടെ ഒരു ആൻസസ്റ്റർ വഴിയാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ആ ആൻസസ്റ്റർ ശരിക്കും എന്റെ ഗുരുനാഥയാണ്. ആ ആൻസസ്റ്റർ ശരിക്കും എന്റെ ഗുരുനാഥയാണ് എന്ന് നീൽ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മോ വിഹാന്റെ മുഖത്ത് അമ്പരപ്പ് കടന്നു വരികയാണ്. ആ ആൻസസ്റ്റർ ഒരു ലേഡിയാണ്. ആ ലേഡി അങ്ങനെയാണെങ്കിൽ മോ നിങ് തന്നെയായിരിക്കും. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്
ആ പ്രാചീന യുദ്ധത്തിൽ വെച്ച് മിസ്സായ അവരുടെ ആ പൂർവികൻ, അതാണ് മോർണിംഗ്. ആ മോർണിംഗ് എന്ന ആ യോദ്ധാവിന്റെ കഥ ആ കുടുംബത്തിന്റെ നട്ടെല്ലാണ്. ആ യോദ്ധാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന തോന്നലാണ് നീലിന്റെ സംഭാഷണം കേൾക്കുമ്പോൾ മോ വിഹാൻ ഉണ്ടായത്. മോ വിഹാൻ നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ആൻസിസ്റ്ററെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമെന്ന് എനിക്കറിയില്ല. എന്തായാലും മിസ്റ്റർ ഗ്രീ ഇവിടെ കാഴ്ചവെച്ച കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് അതിശയം ഉണ്ടാക്കുകയാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എങ്ങനെ എന്റെ കുടുംബവുമായി ബന്ധമുണ്ടായത്. അങ്ങനെ മോ വിഹാൻ പറഞ്ഞതും നീല് പോക്കറ്റിലേക്ക് കൈയിട്ടു. ആ സമയത്ത് നീലിന് സംസാര ഗ്രേവി യാർഡിന്റെ അകത്തുനിന്ന് ഒരു ലോക്കറ്റ് കയ്യിലേക്ക് കിട്ടുകയാണ്. അതിനകത്തുള്ള മോർണിംഗ് ആണ് ആ ലോക്കറ്റ് നീലിന് കൊടുത്തത്. നീല് ആ ലോക്കറ്റ് മോ വിഹാനെ ഒന്ന് കാണിച്ചു. മോ കുടുംബത്തിലെ ഒരു ലോക്കറ്റാണ് നീല് കാണിക്കുന്നത്. ആ ലോക്കറ്റ് കണ്ടതും സാക്ഷാൽ മോ വിഹാൻ നീലിന്റെ മുന്നിൽ മുട്ടുകുത്തി പോവുകയാണ്. ഒരു ശബ്ദത്തോടെ അയാളുടെ മുട്ട് തറയിൽ വന്ന് ഇടിച്ചു എന്ന് പറയാം. അയാള് നീലിനെ ഏതാണ്ട് തൊഴുതു. മിസ് ഗ്രീ, അങ്ങ് ശരിക്കും ആരാണ്? ഇത് ഞങ്ങളുടെ ആൻസിസ്റ്റർ മോർണിംഗിന്റെ കൈവശമുണ്ടായിരുന്ന ലോക്കറ്റാണ്. അതെങ്ങനെ അങ്ങയുടെ കൈവശം വന്നു? അങ്ങേക്ക് എങ്ങനെ ഞങ്ങളുടെ ആൻസിസ്റ്ററുമായി ബന്ധമുണ്ടായി? 100,000 ചോദ്യങ്ങളാണ് മോ വിഹാനിൽ നിന്ന് കടന്നു വരുന്നത്. നീല് അയാളോട് പറഞ്ഞു, ഞാൻ നീൽഗിരി, ഞാൻ മെഡിക്കൽ ഗോഡ് സെക്ഷനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞാൻ അവരുടെ അംഗമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ആൻസിസ്റ്റർ പരിചയമെന്നും അത് എൻ്റെ ഒരു രഹസ്യമാണ്. രഹസ്യം തുറന്നു കാണിക്കണമെന്ന് ഒരാളും പറയില്ലല്ലോ. നീല് അങ്ങനെ പറഞ്ഞിട്ട് വിഹാനെ പിടിച്ചെണീപ്പിച്ചു. മിസ് വിഹാൻ, നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ ശല്യം ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഞാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് വേണ്ടത് ഹാൻ കുടുംബവുമായി ഒരു ബന്ധമാണ്. അങ്ങനെ നീല് പറഞ്ഞതും പെട്ടെന്ന് വുഹാന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മിസ്റ്റർ നീൽഗിരി, ഒരു ചാൻസ് വരുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഹാൻ കുടുംബം ഒരു കാര്യം ചെയ്യും. അതും മിസ്റ്റർ ഹാൻ ജോബ്സുമായി ബന്ധമുള്ള കാര്യമാണ്. ഹാൻ ജോബ്സുമായി ബന്ധമുള്ള ഒരു കാര്യം 2 ദിവസം കഴിയുമ്പോൾ ഹാൻ കുടുംബം ചെയ്യുന്നു. എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? മിസ്റ്റർ ഗ്രീ, പണ്ട് ഒരു യുദ്ധം നടന്നത് നിങ്ങൾക്ക് അറിയാം. ആ യുദ്ധത്തിലാണ് ഞങ്ങളുടെ കാരണവർ മോർണിംഗ് ഞങ്ങൾക്ക് നഷ്ടമായത്. അന്ന് ആ യുദ്ധത്തിന്റെ ഭാഗമായിരുന്ന ആളാണ് ഹാൻ ജോബ്സ്. ഹാൻ ജോബ്സ് മടങ്ങിയെത്തി പിന്നീട് മറ്റാളുകളെ കാണാതെ വീട്ടിനകത്തേക്ക് ഒതുങ്ങിക്കൂടാനുള്ള കാരണം ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരാണ്. എന്തായാലും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരുമായി ഉണ്ടായ യുദ്ധത്തിൽ കുള്ളൻ മലനിരയിലെ വിദഗ്ധർ, മിടുക്കന്മാർ 6 ആളുകളെ പിടികൂടിയിരുന്നു ബ്ലഡ് ക്ലാനുമായി ബന്ധപ്പെട്ട്. ആ 6 പേരെ ഒരു മിസ്റ്റിക് വേൾഡിനകത്ത് അന്നേ എക്സ്പെർട്ടുകൾ അടച്ചു. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ആ എക്സ്പെർട്ടുകൾ ശരിക്കും അവിടെ ശക്തരായി മാറിയിരിക്കുകയാണ്. ആ എക്സ്പെർട്ടുകൾ മാത്രമല്ല, ആ മിസ്റ്റിക് വേൾഡിലുള്ള സകല ജീവികളും ശക്തരായിരിക്കുകയാണ്. അവിടെ വർഷത്തിലൊരിക്കൽ വീതം ഞങ്ങൾ യങ്സ്റ്റേഴ്സിനെ കയറ്റിവിടും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അവർക്ക്. അതിൽ വിജയിക്കുന്ന ആളുകളെയാണ് സാധാരണ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ വരുമ്പോൾ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ ഈ മിസ്റ്റിക് വേൾഡിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് 2 ദിവസം കഴിയുമ്പോഴാണ്. അന്ന് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കുമ്പോൾ അവിടേക്ക് മിസ് ഹാൻ ജോബ്സും കടക്കും. മിസ് നീൽഗിരി, നിങ്ങൾക്ക് ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കാൻ പറ്റിയാൽ അവിടെ വെച്ച് ഹാൻ ജോബ്സിനെ കാണാൻ പറ്റും. ഒരുപാട് നാളുകളായി അയാൾ മറച്ചു വെച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ അയാൾ നീലിനോട് വളരെ ഭംഗിയായി തന്നെ പറഞ്ഞു. മിസ്റ്റർ ഗ്രീ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. അവിടെ ഹാൻ കുടുംബത്തിൽ നിങ്ങളെ എത്തിക്കുന്ന ചുമതലയെ എനിക്ക് പറ്റൂ. സെലക്ഷൻ അത് നിങ്ങൾ സ്വയം നേടേണ്ടതാണ്. ഒരു കാര്യം കൂടിയുണ്ട്, അവിടെ ഒറിജിൻ കിങ് ലെവലിലെ ആളുകൾ മാത്രമേ എടുക്കൂ. അത് കേട്ടതും നീല് പറഞ്ഞു, അതൊന്നും സാരമാക്കണ്ട. അവിടെ നിങ്ങൾ എന്നെ എത്തിച്ചാൽ മാത്രം മതി. അവിടുത്തെ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കാൻ ഞാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിക്കോളാം. അങ്ങനെ നീല് പറഞ്ഞതും മോ വിഹാൻ നീലിനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അന്ന് നീലിനും ലിങ്ടനുമായി 2 മുറികൾ അലോട്ട് ചെയ്യപ്പെട്ടു. നീല് കൾട്ടിവേഷൻ നടത്തേണ്ട ആളാണല്ലോ. 2 ദിവസം കഴിയുമ്പോഴാണ് അവിടെ ആ സെലക്ഷൻ നടക്കുക. ആ സെലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒറിജിൻ കിങ് ലെവലിൽ നീൽ എത്തിയാൽ മാത്രമേ നീലിന് സെലക്ഷൻ കിട്ടൂ. അതുകൊണ്ട് ഈ പകലും രാത്രിയും പിറ്റേ ദിവസത്തെ പകലും രാത്രിയും പൂർണ്ണമായും നീല് ആ കൾട്ടിവേഷന് വേണ്ടി നീക്കി വെക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് വിഹാൻ ഉള്ളത്. വിഹാൻ പറഞ്ഞത് കേട്ടതും നീലിന്റെ മുറിയിലേക്ക് കയറി ആ സംസാര ഗ്രേവിയാർഡുമായി കണക്ട് ചെയ്ത് പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു. നീല ആ പ്രാക്ടീസ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സാക്ഷാൽ ജി സീക്ന അസ്വസ്ഥയോടെ അവളുടെ മുന്നിൽ നിൽക്കുന്ന എൽഡർ കീയോട് ചോദിക്കുകയാണ്, ജീലിനെ കിട്ടിയില്ലെന്നോ, അവളെ കാണാൻ പറ്റില്ലെന്നോ, എന്തൊക്കെയായി പറയുന്നത്? മിസ് സീക്ന, ഞാൻ പറഞ്ഞത് 100% ശരിയാണ്. ജീലിനെ ഞങ്ങൾ എല്ലാവരും തിരക്കുന്നുണ്ട്, പക്ഷേ കണ്ടില്ല. നോക്കൂ എൽഡർ, ജീലിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് ഇറങ്ങേണ്ടി വരും. സ്കൈമെസ്റ്റ് സെക്ഷനിലെ ആ എൽഡറും അവരുടെ പ്രിയപ്പെട്ട ശിഷ്യൻ തമ്മിൽ ആ വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പല ഭാഗത്തും ആളുകൾ തയ്യാറെടുക്കുകയാണ്. അവരെല്ലാവരും
തയ്യാറെടുക്കുന്നത് ഹാൻ കുടുംബത്തിലേക്ക് മൂവ് ചെയ്യാനാണ്. ഹാൻ കുടുംബത്തിൽ 48 മണിക്കൂർ കഴിയുമ്പോൾ ആ സെലക്ഷൻ പ്രോസസ്സ് ആരംഭിക്കും. ആ സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് സകലരുടെയും ടാർഗറ്റ്. നീല് ആ 2 ദിവസവും കൾട്ടിവേഷന് വേണ്ടി തന്നെ മാറ്റിവെച്ചു. അങ്ങനെ ആ സംഭവ ദിവസം എത്തുകയാണ്. അന്നാണ് ഹാൻ കുടുംബം ആ മിസ്റ്റിക് വേൾഡിലേക്ക് പോകുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. മോ കുടുംബത്തിൽ നിന്ന് ഒത്തിരിയേറെ മിടുക്കരായ ആളുകളെ മോ കുടുംബം സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഒറിജിനൽ കിങ് ലെവലിന്റെ പാരമ്യത്തിലോ ഡാവോ യുവാൻ ലെവലിലോ എത്തിയവരാണ്. ആ സംഘവുമായിട്ടാണ് ആ ടീം അവിടുന്ന് യാത്ര തിരിക്കുന്നത്. നീൽഗിരിയും ഒപ്പമുണ്ട്. നീലിനൊപ്പം വേറെ അനവധി ആളുകളുണ്ട്. ആ വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് ഹാൻ കുടുംബത്തിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഹാൻ കുടുംബത്തിന്റെ ആ വിശാലമായ കോമ്പൗണ്ടിലേക്ക് പല സ്ഥലത്തു നിന്നും ശക്തരായ യോദ്ധാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മിസ്റ്റ് സെക്ഷനിൽ നിന്ന് ജി സീക്കുനയും എത്തിയിട്ടുണ്ട്. ജി സീക്കുന ഇപ്പോ അവളുടെ സീനിയറായ എൽഡർ കീയോട് സംസാരിക്കുകയാണ്. എൽഡർ കീ, ഇതെന്താ ഈ പറയുന്നത്? ജീലിനെ കാണാതായിട്ട് കുറെ ദിവസങ്ങളായി. ഇതുവരെയായിട്ടും നമ്മുടെ സെക്ഷന് അവളെ കണ്ടെത്താൻ പറ്റിയില്ലേ? ഈ സീക്കുന, നീ ഭയപ്പെടേണ്ട കാര്യമല്ല. അവള് ഇവിടുന്ന് കോർട്ട് അപൂർവയിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം അവളെ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. എന്തായാലും അവൾക്കൊന്നും പറ്റിയിട്ടില്ല. സിഗ്ന, നീ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മുടെ സെക്ഷൻ അതിന്റെ എല്ലാ കഴിവ് ഉപയോഗിച്ച് നിന്റെ അനുജത്തെ കണ്ടുപിടിക്കും. അതിനെക്കുറിച്ച് നീ പേടിക്കുക വേണ്ട. അങ്ങനെ സിഗ്നയെ ആശ്വസിപ്പിച്ചതിന് ശേഷം എൽഡർ കീ അവിടുന്ന് പുറത്തിറങ്ങി. അവര് സിഗ്നയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് വേറൊരു മുറിയിലേക്കാണ്. ആ മുറിയിൽ കുറച്ച് ആളുകളുണ്ട്. എല്ലാം ലേഡീസ് ആണ്. ആ യുവതികളോടായി എൽഡർ കീ ചോദിച്ചു, എന്തായി? എൽഡർ കീ ജീലിനെ കണ്ടുപിടിക്കാനായി പരമാവധി ശ്രമിക്കുകയാണ്. അവർ ശരിക്കും ഒരു മഷനോട്ടമുള്ള ഒരു പരിപാടിയാണ് ആ മുറിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീലിനുമായി കണക്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഇപ്പൊ അവരുടെ കൈവശമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവര് ജീലിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള മാന്ത്രിക പ്രക്രിയയാണ്. ആ പ്രക്രിയയിലേക്ക് ഒന്ന് നോക്കിയിട്ട് എൽഡർ കീ അവരോട് പറഞ്ഞു, നോക്ക്, ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ സിഗ്ന അറിയരുത്. ഇല്ല എൽഡർ, സിഗ്ന ഇത് അറിയത്തില്ല. ശരിക്കും ജീലിനെ കണ്ടെത്തി അവളെ നിശബ്ദയാക്കാൻ തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് എൽഡർ കീ ഈ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. എൽഡർ കീക്കൊപ്പമുള്ള ആ ബാക്കി പെൺകുട്ടികളും ജീലിനെ അവസാനിപ്പിക്കാനായി അവളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ കാരണം ജീലിൻ ആ സെക്ഷൻ മാസ്റ്ററും എൽഡർ കീയും തമ്മിലുള്ള സംഭാഷണം കേട്ടുവെന്ന് അവർക്ക് ഉറപ്പുള്ളതാണ്. ജീലിന്റെ സഹോദരി സിഗ്നെ വലിയ കാര്യമായിട്ടാണ് ഈ ക്ലൗഡ് മിസ്റ്റ് സെക്ഷൻ ബിൽഡ് ചെയ്യുന്നത്. ആ ക്ലൗഡ് മിസ്റ്റ് സെക്ഷന്റെ ആ ബിൽഡപ്പിന്റെ പിന്നിൽ ഒരു സ്വാർത്ഥത ഉണ്ടെന്ന കാര്യം ജീലിൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. സിഗ്ന എതിരായാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല. സിഗ്ന അറിയാതെ അവരുടെ അനുജത്തിയെ എന്നേക്കുമായി തീർക്കണം. അതുകൊണ്ടാണ് ആ തീരുമാനം എൽഡർ കീയും സെക്ഷൻ മാസ്റ്ററും ഒക്കെ എടുത്തിരിക്കുന്നത്. ജി സെക്ഷനെ പോലെ മറ്റു സെക്ഷനുകളും എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ അക്കോമഡേഷൻ സ്വീകരിച്ച് റെഡിയാകാനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ മോ കുടുംബത്തിന്റെ വാഹന വ്യൂഹം പെട്ടെന്ന് ഒരു സ്ഥലത്ത് സ്റ്റോപ്പായി. വാഹനം നിന്നതും മോ കുടുംബത്തിന്റെ തലവൻ വിളിച്ചു ചോദിക്കുന്നത് നീര് കേട്ടു. എന്താ സെക്ഷൻ മാസ്റ്റർ, ഇവിടെ കുറച്ച് ഡെഡ് ബോഡികൾ കിടക്കുകയാണ്. ഡെഡ് ബോഡിയോ? അതേ സെക്ഷൻ മാസ്റ്റർ, കുറച്ച് ഡെഡ് ബോഡികളുണ്ട്. ഓക്കെ, ആ ഡെഡ് ബോഡി വഴി നിന്ന് മാറ്റിയിട. അങ്ങനെ സെക്ഷൻ മാസ്റ്റർ ഉത്തരവ് കൊടുത്തതും മുൻപിലത്തെ വാഹനങ്ങളിൽ പോയ ആളുകൾ ഇറങ്ങി ആ ഡെഡ് ബോഡികൾ 2 ഭാഗത്തേക്കുമായി അങ്ങനെ മാറ്റിയിടുകയാണ്. ഡെഡ് ബോഡികൾക്കൊപ്പമുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിടുന്നുണ്ട്. നീല് ആ സെക്ഷൻ മാസ്റ്ററെ തൊട്ട് പുറകിലുള്ള വാഹനത്തിലാണ് ഉള്ളത്. വാഹനങ്ങൾ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയതും നീലിന്റെ ശ്രദ്ധ ജനലിൽ കൂടി പുറത്തേക്ക് പതിഞ്ഞു. ഇത് ആരാ ഈ പാവങ്ങളെയൊക്കെ കൊല്ലുന്നത്? സൈഡിൽ കാണുന്ന ഡെഡ് ബോഡിയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ചോദ്യമാണ് നീലിന്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ അവർ പാവങ്ങളല്ല, യോദ്ധാക്കളാണെന്ന് തോന്നുന്നു. ആ ഡെഡ് ബോഡികളുടെ വസ്ത്രങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നല് നീല ഉണ്ടാവുന്നു. പെട്ടെന്ന് നീല അമ്പരപ്പോടെ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ടതും നീല് ആ വാഹനം നിർത്തിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു ഒറ്റ ചാട്ടം. പെട്ടെന്ന് നീൽഗിരി വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി പുറകിലേക്ക് ഓടിപ്പോകുന്നത് മുൻഭാഗത്തുള്ള വാഹനത്തിലെ മോ കുടുംബത്തിന്റെ ആ സെക്ഷൻ മാസ്റ്റർ കാണുകയും ചെയ്തു. എല്ലാ വാഹനങ്ങളും പെട്ടെന്ന് സ്റ്റോപ്പായി. നീല് ആ മാറ്റിയിട്ടിരിക്കുന്ന ഡെഡ് ബോഡികളുടെ അടുത്തേക്കാണ് ഓടിയെത്തിയത്. അവിടെ എത്തി നീല് ആ ഡെഡ് ബോഡികൾ പെട്ടെന്ന് പരിശോധിക്കുകയാണ്. ആ ഡെഡ് ബോഡികൾ പരിശോധിച്ചതിന് ശേഷം അവിടെയുള്ള സാധനങ്ങൾ നീല് വീണ്ടും നോക്കി. നീലിന് വളരെയൊരു ഞെട്ടൽ. നീല് ജീലിന് വാങ്ങിക്കൊടുത്ത ഹക്സി എന്നുള്ള ആ ചിപ്സിന്റെ പാക്കറ്റാണ് അവിടെ കിടക്കുന്നത്. ഹക്സിയിൽ മാത്രമുള്ള ചിപ്സ് ആണ് അത്. ഈ കുല്ലൻ മലനിരകളിൽ ആ ചിപ്സ് ഇല്ല. നീല് ഹക്സി എന്ന് വന്നപ്പോ ജീലിന് വേണ്ടി മനഃപൂർവ്വം വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവൾക്കത് വലിയ ഇഷ്ടമാണ്. ജീലിൻ ഹക്സിയിലേക്ക് ചെന്നപ്പോഴും അവള് ഏറ്റവും പ്രാധാന്യപൂർവ്വം ചെയ്യുമായിരുന്നത് പരമാവധി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ്. ചിപ്സും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അവൾക്ക് ഏറെ ഇഷ്ടം. ജീലിന് താൻ വാങ്ങിക്കൊടുത്ത ചിപ്സ് ഇവിടെ എങ്ങനെ വന്നു? എന്നാൽ ആ ഡെഡ് ബോഡികളുടെ കൂട്ടത്തിൽ ജീലിൻ ഇല്ല. ആ ബോഡികൾ ഡെഡ് ബോഡികളാക്കിയ ആളുകൾ ജി ലിന്നെ തട്ടിക്കൊണ്ടു പോയതാവൂ? ആ ചോദ്യം നീലിന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ബാക്കി ആളുകൾ നീലിന്റെ അടുത്തേക്ക് ഓടിയെത്തി. മിസ്റ്റർ ഗ്രീ, എന്നാ എന്തു പറ്റിയേ? എനിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. അവരുടെ സാധനങ്ങളാ ഈ കിടക്കുന്നത്. താഴെ കിടക്കുന്ന ആ ചിപ്സ് കവറുകളിലേക്ക് ഈ സമയത്ത്
മോ കുടുംബത്തിന്റെ ആ സെക്ഷൻ മാസ്റ്ററും ഒന്ന് നോക്കി. കുല്ലനിൽ ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങളുടെ കവറാണ് അവിടെ കിടക്കുന്നത്. മിസ്റ്റർ ഗ്രീ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? താങ്കൾ എനിക്കൊരു സഹായം ചെയ്യണം. എത്രയും പെട്ടെന്ന് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്തണം. അതിനെന്നെ സഹായിക്കണം. മിസ്റ്റർ ഗ്രീ, നോക്ക്, ഈ ഭാഗം സെക്യൂർഡാണ്. ഈ വഴിയുടെ ഇരുഭാഗത്തും ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഒളിച്ചിരിക്കത്തില്ല. അവർക്കതിന് പറ്റില്ല. ഹാൻ കുടുംബത്തിന്റെ സെക്യൂർഡ് ഏരിയ ആണത്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഹാൻ കുടുംബത്തിലേക്ക് എത്തിയതിനു ശേഷം ഹാൻ കുടുംബത്തിന്റെ സഹായത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടാമെന്നാണ്. മോർണിംഗിന്റെ പിതാവ് അങ്ങനെ പറഞ്ഞതും നീല് കൂടുതലൊന്നും പറയാതെ ആ സംഘത്തോടൊപ്പം യാത്ര തുടങ്ങി. അവര് അവിടെ ഹാൻ കുടുംബത്തിന്റെ മേഖലയിൽ എത്തുമ്പോൾ അവരവിടേക്കകത്ത് ചില വോളണ്ടിയേഴ്സ് നിൽക്കുകയാണ്. ആ വോളണ്ടിയേഴ്സിന് വ്യക്തമായ ചുമതലയുണ്ട്. അവിടെ എത്തുന്ന അതിഥികളെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന വെന്യൂവിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അവരെ ആ വെന്യൂവിൽ എത്തിച്ചതും മോ കുടുംബത്തിന്റെ തലവൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഞാൻ ഹാൻ കുടുംബത്തിലേക്ക് ഒന്ന് ചെല്ലാം. എന്നിട്ട് അവിടുത്തെ സെക്ഷൻ മാസ്റ്ററോട് ജീലിനെ കണ്ടുപിടിക്കാൻ ഇടപെടാൻ പറ്റുമെന്ന് ചോദിക്കാം. ജി സീക്കിനോയെ എല്ലാവർക്കും അറിയാം. ജി സീക്കിനുടെ അനുജത്തിയാണ് മിസ്സായിരിക്കുന്നത്. അവളെ കണ്ടെത്താൻ സഹായം ആവശ്യമുണ്ടെന്ന് ഹാൻ കുടുംബത്തോട് പറഞ്ഞാൽ അവരെന്തായാലും സഹായിക്കും. അക്കാര്യം ആ മോ കുടുംബത്തിന്റെ സെക്ഷൻ മാസ്റ്റർക്ക് അറിയാം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് അതിവേഗം അവിടെ തിരിക്കുകയും ചെയ്തു. നീല് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോൾ പെട്ടെന്നാണ് ഒരു ശബ്ദം നീല് കേട്ടത്. ആ ശബ്ദം കേട്ട് നീല് നോക്കുമ്പോൾ ലിറ്റിൽ ഗോഡ് സംസാര ഗ്രേവിയാർഡിനകത്തുനിന്ന് ചാടി നീലിന്റെ ഷോൾഡറിൽ കയറി കഴിഞ്ഞു. ലിറ്റിൽ ഗോഡ് നീലോട് പറഞ്ഞു, മാസ്റ്റർ, എനിക്ക് സ്ഥലമറിയാം, എന്നെ ഫോളോ ചെയ്യും. കേൾക്കേണ്ട താമസം നീല് ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നീല അതിവേഗം മുന്നോട്ട് നീങ്ങിയാണ്. നീല അതിവേഗം പാഞ്ഞു പോകുന്നത് മോ കുടുംബത്തിലെ ആളുകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ അവർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ നീല് അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു. ലിറ്റിൽ ഗോഡ് നീലുമായി എത്തിയത് ഒരു ബിൽഡിങ്ങിന്റെ അടുത്താണ്. ആ ബിൽഡിങ്ങിന്റെ അടുത്ത് എത്തിയതും ലിറ്റിൽ ഗോഡ് ഉറക്കം പിടിച്ചു. ഏയ് ലിറ്റിൽ ഗോഡ്, ഇനി എന്താ വേണ്ടത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരവും പറയാതെ ലിറ്റിൽ ഗോഡ് നല്ല ഉറക്കം. നീല് നടന്ന് ആ ബിൽഡിങ്ങിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് അവിടെ 2 കാവൽക്കാരുണ്ട്. അവരുടെ മുന്നിൽ നീലൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു. ജിലിന്റെ ഒരു ഫോട്ടോ നീലിന്റെ കൈവശമുണ്ട്. ആ ഫോട്ടോ എടുത്തത് സാക്ഷാൽ സോനയാണ്. സോന ആ ഫോട്ടോ എടുക്കുന്നത് അവിടെ ജിയാങ്നൻ സിറ്റിയിൽ വെച്ചിട്ടാണ്. അവിടെ നീലിനെ തിരക്കി ജിലിൻ എത്തിയപ്പോൾ ജിലിൻ ആ ചിപ്സ് കഴിക്കുന്ന സമയത്ത് സോന കൗതുകത്തിന് വേണ്ടി എടുത്ത ഫോട്ടോയാണ്. അതിനൊരു കോപ്പി ജിലിന് സോന കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കോപ്പി കണ്ടപ്പോ ജിലിന് ഒരുപാട് ചിരിയായിരുന്നു. അവളുടെ നാട്ടിൽ ഈ ഫോട്ടോയും പരിപാടിയൊന്നും ഇല്ല. ആ കോപ്പി ഇപ്പോ നീലിന്റെ കൈവശമുണ്ട്. ആ കോപ്പിയാണ് നീൽ നേരത്തെ മോ കുടുംബത്തിന്റെ കാരണവരെ കാണിച്ചതും ഇപ്പോ ഇവിടെ ആ കാവൽക്കാരെ കാണിക്കുന്നത്. ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ആ കാവൽക്കാർ നീലിനോട് പറഞ്ഞു, നോക്ക്, ഇവിടെ എന്താ കറങ്ങാതെ സ്ഥലപ്പെടാ നോക്ക്. ആ ഫോട്ടോയിലെ കുട്ടിയെ കണ്ടതിന്റെ ഫലമായിട്ടാണ് ആ ചെറുപ്പക്കാർക്ക് ദേഷ്യം വന്നതെന്നൊരു തോന്നൽ നീലിനുണ്ടായതും നീലിന്റെ കയ്യിൽ ആ ഡ്രാഗൺ സ്ലിങ്സോട് പ്രത്യക്ഷപ്പെടുന്നതും ഒരേ നിമിഷത്തിലാണ്. ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും ആ 2 ഗാർഡുകൾ തലയേറ്റ് താഴെ വീണു. അവന്മാര് എന്തോ ഒളിക്കുകയാണ്. ഡ്രാഗൺ സ്ലിങ്സോട് സുരക്ഷിതമായി സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് വെച്ചതിന് ശേഷം നീല് ആ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു. നീല് ആ വീടിന്റെ ഉള്ളിലേക്ക് കടന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന നീല് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആ ഹാൻ കുടുംബം നടത്തുന്ന ആ സെലക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഒരു സെക്ഷനിലാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് നീലിന് മനസ്സിലായി. ആ സെക്ഷനിലെ സെലക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. നീല് അവരൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയാണ്. നീലിനെ ഇപ്പോൾ നയിക്കുന്നത് നീലിന്റെ ഡിവൈൻ സെൻസ് ആണ്. നീലിന് ജിലിന്റെ ഒരു ഓറ പതുക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നീൽഗിരി ആ കോമ്പൗണ്ടിലെ ആ കൂറ്റൻ ബിൽഡിങ്ങിന്റെ 2ാമത്തെ നിലയിലെ ഒരു മുറിയുടെ മുന്നിലെത്തിയത്. ആ മുറിയുടെ മുന്നിൽ ഒരു കാവൽക്കാരനുണ്ട്. നീല് ആ വാതിൽക്കൽ എത്തിയതും ആ കാവൽക്കാരൻ നീലിനോട് ചോദിച്ചു, ആരാ നിങ്ങൾ, എന്താ ഇവിടെ? അവൻ അത്രയും ചോദിച്ചപ്പോഴേക്കും നീലിന്റെ അടിയേറ്റ് അവൻ താഴെ വീണ് കഴിഞ്ഞു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും ആ വാതിൽ ഒരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. നീല് ആ വാതിൽ ചവിട്ടി തകർത്തതാണ്. ആ വാതില് ചവിട്ടി തകർത്ത നീല് കാണുന്നത് വിശാലമായ ഒരു ഹാളാണ്. ആ ഹാളിൽ നിറയെ കൂടുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. വലിയ കൂടുകളാണ്. ആ കൂടുകൾക്കകത്ത് പെൺകുട്ടികളാ ഉള്ളത്. ഈ സെക്ഷൻകാര് ഈ പെൺകുട്ടികളെ എന്തിനാ ഈ കൂട്ടിനകത്തിട്ടിരിക്കുന്നത്? ആ കൂടിനകത്തുള്ള പെൺകുട്ടികളെ നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ആ പെൺകുട്ടികൾക്ക് ആഹാരം നേരെ ചൊവ്വെ കൊടുക്കാറില്ല. എല്ലും തൊലിയായ പെൺകുട്ടികൾ വരെ ആ കൂടുകൾക്കകത്തുണ്ട്. നീല് അമ്പരപ്പോടെ ആ കൂടുകളിലൂടെ അങ്ങനെ പരതുമ്പോൾ ഒരു ശബ്ദം നീല് കേൾക്കുകയാണ്. നീൽ! ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീൽ പെട്ടെന്ന് പാഞ്ഞെത്തി. ആ കൂടുകളുടെ ഏറ്റവും പുറകിലായി ചുവപ്പ് നിറത്തുള്ള ഒരു കൂടുണ്ടാണ്. ആ കൂടിന്റെ അകത്തുനിന്ന് ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്ത് നീല ഓടിയെത്തുമ്പോൾ അതിനകത്ത് ഏതാണ്ട് കോഴിക്കുഞ്ഞിരിക്കും പോലെ സാക്ഷാൽ ജീലിന് ഇരിക്കുകയാണ്. നീല പെട്ടെന്ന് ആ കൂട് തകർത്ത് ജീലിനെ പുറത്തെടുത്തു. അവളെ പുറത്തെടുത്തതും അവൾ പെട്ടെന്ന് നീലിനെ കെട്ടിപ്പിടിച്ചു. ശരിക്കും അവൾ വിറയ്ക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഈ ഒരു അവസ്ഥയിൽ നീല ആദ്യമായിട്ടാണ് കാണുന്നത്. നീല് അവളുടെ തലയെ തട്ടി
ശരിക്കും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവള് അല്പസമയം കഴിഞ്ഞ് നീലിന്റെ പുറത്ത് കൈയെടുത്തു. എന്നിട്ട് നീലിനോട് ചോദിക്കണം, നീ എനിക്ക് ചിപ്സ് വാങ്ങിച്ചു തരണം. എന്റെ ചിപ്സ് മുഴുവൻ അവന്മാരെടുത്തു. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.